വളരെ മനോഹരമായ ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. ക്രിസ്തു ദൈവത്തിൻ്റെ ശരീരമായിരിക്കുന്നത് പോലെ, ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പോലെ ആ ദൈവത്തെ ഈ ജഡത്തിലൂടെ വെളിപ്പെടുത്തുക. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ആദ്യ ദിവസം മുതൽ നിങ്ങൾ കേൾക്കുന്നത് എന്താണ് സുവിശേഷം എന്നാണ് കേൾക്കുന്നത്. അത് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ഇൻവിറ്റേഷനാണ്. അതാണ് ആദ്യത്തെ ദിവസം നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചത്. ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കുകയായിരുന്നു. ഒരു വിവാഹം വിളിക്കാൻ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ തരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് ഒരു ഇൻവിറ്റേഷൻ നമുക്ക് തരികയായിരുന്നു. എന്താണത്? ദൈവം നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെ തയ്യാറാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, ദൈവത്തിൻ്റെ നാട്ടിലേക്ക്, ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, ദൈവം മനുഷ്യരുടെ കൂടെ പാർക്കും, ദൈവം മനുഷ്യരുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. വളരെ സിമ്പിളാണ് സുവിശേഷം. പക്ഷേ പിശാചും അവൻ്റെ ആളുകളും ചേർന്ന് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കളാം. ഇത് മനുഷ്യർക്ക് അറിയില്ല. ഇത് ജാതിയാക്കി മതമാക്കി മാറ്റി. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന ഇതിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. എങ്ങനെ ഒരു ട്രൂ ചർച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്ന്. ധാരാളം കുടിലവ്യവസായം പോലെ ഇങ്ങനെ കൂണുപോലെ ചർച്ചകൾ മുളച്ചു വരികയാണ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. ധാരാളം ഉണ്ട്. കാരണം ഇതൊരു നല്ലൊരു ആദായ മാർഗമാണ്. അതായത് ലോകപരമായ ജഡത്തിലുള്ള ആദായ മാർഗം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ചർച്ചകളുണ്ട്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് പ്രിയ മക്കളെ നിങ്ങൾ ഏവരും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അപകടത്തിലായി പോകും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 21, 22, 23 ദൈവദാസന്മാരും ജനങ്ങളുമാണ്. അവരൊക്കെ ഏതോ ചർച്ചിൽ അറ്റൻഡ് ചെയ്തവരാ, ഏതോ ചർച്ചിൽ പോയിരുന്നവരാ. അവര് യേശുവിനെ കർത്താവെന്ന് വിളിച്ച് സ്വീകരിച്ചവരാ. അവർ അഭിഷേകം പ്രാപിച്ചതാണ്, ഹീലിംഗ് മിനിസ്ട്രി നടത്തിയതാണ്, പ്രവചന മിനിസ്ട്രി, അതോടൊപ്പം തന്നെ ഡെലിവറൻസ് മിനിസ്ട്രി ഒക്കെ നടത്തിയവരാ. പക്ഷെ ഒരെണ്ണം സ്വർഗ്ഗരാജ്യത്തിൽ കയറിയില്ല. ഒരെണ്ണം കയറിയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് ഞാനൊരു കുരുടനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണോ, അതനുസരിച്ച് നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തിയാലേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ മത്തായി സുവിശേഷം 7-ന്റെ 21, 22, 21 വായിച്ചേ. 7-ന്റെ 20. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെ കടക്കണ്ടേ? അവസാനം സ്വർഗരാജ്യത്തില. സ്വർഗരാജ്യം എന്ന ദൈവത്തിന്റെ ഭവനത്തിൽ കിടക്കേണ്ട, ദൈവത്തോടു കൂടിയുള്ള വാസന കിടക്കേണ്ടേ. ഇത് യേശുക്രിസ്തു പ്രവചിച്ച് പറയുകയാണ്. ആ ന്യായാസനത്തിന് മുമ്പാകെ പലരും വന്നിട്ട് എന്നോട് പറയും, ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചവരാ. പക്ഷെ യേശുക്രിസ്തു അവരെ കയറ്റുന്നില്ല. യേശു പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നമുക്കിത് സാധാ വിശ്വാസിയുടെ കൂട്ടത്തിൽ കൂട്ടാം. ഇനി അടുത്ത് നിൽക്കുന്നത് ദൈവദാസന്മാരാ. ദൈവദാസന്മാർ എന്താ പറയണെന്നറിയാമോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്ത വേലകൾ, ശുശ്രൂഷകൾ, അതിൻ്റെ ലിസ്റ്റ് അവിടെ നിരത്തുകയാ. വായിക്കേ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. യേശു പറയാണ്, അന്നാൾ പ്രവചനമാണ്. അന്നാളിൽ പലരും എന്നോട് ഇത് പറയും. അതിന്റെ അർത്ഥം ഇതെല്ലാം ആരാ? ശുശ്രൂഷകന്മാരാ. ശുശ്രൂഷകന്മാരാ. അഭിഷേകം പ്രാപിച്ച് ഇതാ പല പല മിനിസ്ട്രി ചെയ്യുന്ന ശുശ്രൂഷ സുവിശേഷകരാണാ നിൽക്കുന്നത്, പാസ്റ്റർമാരാണാ നിൽക്കുന്നത്, അച്ഛന്മാരാണാ നിൽക്കുന്നത്, അപ്പസ്തോലന്മാരാണാ നിൽക്കുന്നത്. കർത്താവ് അവരോട് തിരിച്ച് എന്നാ പറഞ്ഞെന്നറിയാം? ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഗെറ്റ് ഔട്ട്. താഴേക്ക് വായിക്കേ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവർക്ക് ആർക്കെങ്കിലും, ഈ വിശ്വാസികൾക്കോ ഈ ദേവദാസന്മാർക്കോ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞോ? പക്ഷെ ശ്രദ്ധിച്ച്, ഇവരൊക്കെ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ചർച്ചിലല്ലായിരുന്നു. ഭൂമിയിലെ ഏതൊക്കെയോ ചർച്ചിലായിരുന്നു. ഒരെണ്ണത്തിന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല.
ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഐഡൻറ്റിഫൈ ദ ട്രൂ ചർച്ച്. സത്യസഭയെ ഐഡൻറ്റിഫൈ ചെയ്യണം. സുവിശേഷം എന്നാൽ എന്താണ് നിങ്ങൾ കേട്ടു? ഇറ്റ് ഇസ് ആൻ ഇൻവിറ്റേഷൻ. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്. വേറെ രീതിയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്. ശ്രദ്ധിച്ച് കേട്ടണേ, എന്നെ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. മനുഷ്യന്റെ കുടുംബം ജഡ കുടുംബമാണ്. ദൈവത്തിന്റെ കുടുംബമോ ആത്മകുടുംബമാണ്. ദൈവം ആത്മാവാ, മനുഷ്യൻ ജഡമാണ്. അങ്ങനെയെങ്കിൽ ദ മെയിൻ ഐഡന്റിറ്റി തുടങ്ങി മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ സുവിശേഷം ആദ്യം കേൾക്കുന്നത് ജഡത്തിൽ നിന്നായിരിക്കും. ഒരു ജഡ മനുഷ്യനായിരിക്കും നിങ്ങളുടെ സുവിശേഷം പറയുന്നത്. സത്യസുവിശേഷമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അധിക താമസിയാതെ ജഡത്തിൽ നിന്ന് നിങ്ങളുടെ കേൾവി മാറി നിങ്ങൾ ആത്മാവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. ദിസ് ഈസ് ദ ട്രൂ ഐഡന്റിറ്റി. കാരണം നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് വിളിച്ചത്? ജഡകുടുംബത്തിലേക്കാണോ വിളിച്ചത്? ആത്മകുടുംബത്തിലേക്കാണോ വിളിച്ചത്? ദൈവത്തിന്റെ കുടുംബം ജഡകുടുംബോ ആത്മകുടുംബോ? ആത്മകുടുംബം. അങ്ങനെയെങ്കിൽ ജഡകുടുംബത്തിലുള്ള നമ്മൾ സുവിശേഷം ആദ്യം കേൾക്കുന്നത് ജഡത്തിൽ നിന്നായിരിക്കും. ഏതെങ്കിലും ജഡ മനുഷ്യനിൽ നിന്നായിരിക്കും. എന്നെപ്പോലെ ഒരു മനുഷ്യനിൽ നിന്നായിരിക്കും. ആ സുവിശേഷം കേട്ട് നിങ്ങൾ ആരംഭിക്കുന്നത് ആത്മാവിലാണ്. ആ ആത്മാവിൽ നിങ്ങൾ വളരാൻ തുടങ്ങിയാൽ തുടർന്ന് നിങ്ങൾ ഗ്രാജുവലി നിങ്ങളുടെ ഹിയറിംഗ്, നിങ്ങളുടെ കേൾവി ഷിഫ്റ്റ് ചെയ്യപ്പെടും. എവിടെ നിന്ന് എങ്ങോട്ട്? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. പിന്നെ ശരീരമുള്ള ഒരു മനുഷ്യനല്ല പിന്നെ നിങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കും. ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും, ദൈവമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? യു ആർ ഇൻ എ ട്രൂ ചർച്ച്. നടക്കുന്നില്ലയോ അവസാനം ഇവർ പെട്ടതുപോലെ പെട്ടുപോകും. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം നമ്മളോട് സുവിശേഷം പറയാൻ ആത്മാവാകുന്ന ദൈവപുത്രൻ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്നറിയാമോ? വചനം ജഡമായി, ജഡരൂപത്തിൽ ഇവിടെ വന്നിട്ട് നമ്മളോട് സുവിശേഷം അറിയിക്കുന്നത്. തുടർന്ന് സുവിശേഷം അറിയിച്ചതിന് ശേഷം യേശു പറയാണ്, ജഡരൂപത്തിലുള്ള യേശു, ഞാൻ പോവാ, ഇനി ആര് വരും? പരിശുദ്ധാത്മാവ് വരും. നിങ്ങളുടെ ഹിയറിംഗ് മാറാൻ പോവാണ്, നിങ്ങളുടെ കേൾവി മാറാൻ പോവാണ്. എന്നെപ്പോലെ ജഡരൂപത്തിലുള്ള ഒരാളല്ല ഇനി വരുന്നത്. ജഡമില്ലാത്ത എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും നിങ്ങളുടെ അടുക്കൽ വരുന്നത്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹിയറിംഗ് മാറിയത് കണ്ടോ? ജഡരൂപത്തിലുള്ള യേശുവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയ ജനത്തോട് യേശു പറയുകയാണ്, ഇനി നിങ്ങളെ നയിക്കാൻ പോകുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവാണ്. സംഭവം മാറി, ഷിഫ്റ്റായി. ഇതിൻ്റെ ഒരു നിഴലാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നത് മോശയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഷിഫ്റ്റ് ആകുകയാണ്. മോശ മിനിസ്ട്രി മാറുന്നു, ജോഷുവ മിനിസ്ട്രിയിലേക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അവകാശമാക്കിക്കുന്നത്, കനാൻ ദേശം അവകാശമാക്കിക്കുന്നത് മോശയല്ല, ജോഷുവയാണ്. ഇനി നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചോ? തുടക്കത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാർ സുവിശേഷം പറയുന്നു ജനത്തോട്. എന്നാൽ അവിടെ ഇവർ ആത്മാവിൽ ആരംഭിക്കുന്നു. ജഡത്തിലുള്ള മനുഷ്യർ ആത്മാവിൽ ആരംഭിക്കുന്നു. ആത്മാവിൽ ആരംഭിച്ച് തുടർന്ന് സഭയിലേക്ക് അവർ പ്രവേശിച്ചാൽ പിന്നെ അവരോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളിൽ നടക്കുന്നുണ്ടോ? യു ആർ ഇൻ എ ട്രൂ ചർച്ച്. ഈ ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളിൽ നടക്കുന്നില്ലയോ? നിങ്ങളൊരു ഇമിറ്റേഷൻ ചർച്ചിലാണ്. ശ്രദ്ധിച്ച് നടക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അല്ലാത്തവരെ ബൈബിൾ വിളിക്കുന്നത് ബുദ്ധികെട്ടവരെന്നാ. ഗലാത്യലേഖനം 3:3 വരുമ്പോ നമുക്കവിടെ കാണാം, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ?
സഭയോട് ചോദിക്കുക, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? എന്താണ് ആ ബുദ്ധികേട്? നിങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണെന്നറിയാമോ? ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആത്മാവില. പക്ഷെ നിങ്ങൾ എങ്ങോട്ട് പോയി അവസാനിച്ചു? ജഡത്തിൽ പോയി അവസാനിച്ചു. ബുദ്ധി കെട്ടവർ. ഈ ബുദ്ധി കെട്ടവർക്ക് തോന്നണില്ല ഞങ്ങൾ ബുദ്ധി കെട്ടവരാണെന്ന്. ഗലാത്യലേഖനം 3:3 വായിച്ചേ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? നിങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് പറയണം, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡ കുടുംബത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ നിങ്ങളെ ആരംഭിപ്പിച്ചത് ആത്മാവില. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ഇതുവരെ നിങ്ങൾ കേട്ടോണ്ടിരുന്ന ജഡത്തെയാണ് നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ആര്? ദൈവം. എന്തിനാ? ദൈവ കുടുംബത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ, ദൈവത്തിന്റെ മക്കളായി. ജഡരൂപികളെ ആത്മരൂപികളാക്കാൻ ആത്മാവ് കൊണ്ട് ആരംഭിപ്പിച്ചു. എന്നിട്ട് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നേ? ബുദ്ധി കെട്ടവരെ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ബുദ്ധി കെട്ടവരെ. അതിന്റെ അർത്ഥം ആത്മാവ് കൊണ്ട് ആരംഭിച്ചില്ല, ആത്മാവ് വളർന്നില്ല, ആത്മാവിനെ കേൾക്കാൻ തുടങ്ങിയില്ല എങ്കിൽ ബുദ്ധി കെട്ടവരാ. അവസാന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ബുദ്ധി കെട്ടവരാ. ഒരു ജഡീകനെ അവിടെ കയറത്തില്ല. കുഞ്ഞെ, നീ ആത്മാവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. പിന്നെ യേശു ജഡം ധരിച്ചിവിടെ വന്ന ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ പറയാ, ഞാൻ പോവുക. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്നെ പോലെ ഒരു ജഡ മനുഷ്യനെ അല്ല, ജഡമില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ പോകുന്നത്. അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. ഈ ഒരു ഷിഫ്റ്റിംഗ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ അപകടമാണ്. അപകടമാ. ഇനി ബൈബിൾ തീരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന വ്യക്തിയെ കേക്ക്, ഇന്ന വ്യക്തിയെ കേക്ക്, ഇന്ന വ്യക്തിയെ കേക്കെന്നല്ല പറയണേ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 സഭകളോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ലോകത്തോടല്ല. സുവിശേഷം പറഞ്ഞത് ലോകത്തോടാ, ജഡമനുഷ്യരോടാ. എന്നാൽ വെളിപ്പാട് പുസ്തകം അതിൽ 2-ാമത്തെയും 3-ാമത്തെയും 7 സഭകളോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തു സംസാരിക്കുന്നേ, പക്ഷെ ഭൂമിയിൽ ജനം കേൾക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. സഭയിലുള്ളവർ അവിടെ പറയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിൽ 1-2 ഭാഗം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് 2:1. എഫേസസിലെ സഭയുടെ ദൂതനെ എഴുതുക. എഫേസസിലെ സഭയുടെ ദൂതൻ. അപ്പൊ ആർക്കാ എഴുതുന്നേ? ജഡമനുഷ്യർക്കല്ല, ആത്മാവിൽ ആരംഭിച്ചവർക്ക് എഴുതുന്നേ. ദൂതനെ എഴുതുക. ഇനി അവസാനം യേശു സ്വർഗത്തിൽ നിന്നവരോട് സംസാരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനം കേൾക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ആത്മാവിൽ നിന്ന്. 7-ാം വാക്യം വായിച്ചേ. ഇനി തീരുന്ന എങ്ങനെ? കൺക്ലൂഷൻ. അതിന്റെ കൺക്ലൂഷൻ വെളിപ്പാട് 2:1 നമ്മളിപ്പോ വായിച്ചു. ഇനി 7 വായിക്കേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിച്ചേ, ഇപ്പൊ എങ്ങോട്ടേക്ക് മാറി? ഹിയറിംഗ് എവിടെ എങ്ങോട്ടേക്ക് മാറി? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറി. ഹിയറിംഗ്, കേൾവി. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് കേൾവി മാറി. ഹല്ലേലൂയ. പേഴ്സൺ വിതൗട്ട് ഫ്ലഷ്, വിതൗട്ട് ബോഡി. സ്റ്റാർട്ട് ചെയ്തത് സുവിശേഷം നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എ പേഴ്സൺ വിത്ത് ബോഡി. ജഡമുള്ള ഒരു മനുഷ്യൻ നമ്മോട് സംസാരിച്ചു. അവിടെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച ജനം തുടർന്ന് അതിന്റെ വളർച്ചയിൽ അവർ കേൾക്കാൻ തുടങ്ങുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ, എ പേഴ്സൺ വിതൗട്ട് ഫിസിക്കൽ ബോഡി. കാരണം ഇവരുടെ യാത്ര എവിടെ നിന്ന് എങ്ങോട്ടാ? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക്. ഇങ്ങനെ നിങ്ങളുടെ കേൾവി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ യു ആർ നോട്ട് ഇൻ ട്രൂ ചർച്ച്. കേൾവി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ യു ആർ നോട്ട് ഇൻ ദ റിയൽ ചർച്ച്. ഏത് റിയൽ ചർച്ച്? ബൈബിളിലെ ക്രിസ്തുവിന്റെ സഭയെ പോലെയുള്ള ട്രൂ ചർച്ചിലല്ല. മറ്റു പല ടൈപ്പ് കൂടെ ഉണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങളുടെ ജീവിതം യാഗമാക്കരുത്. ഏതെങ്കിലും ഭൂമിയിലെ സിസ്റ്റത്തിന് വേണ്ടി, ബൈബിളിലെ ക്രിസ്തുവിന് വേണ്ടി യാഗമാക്കുക. ഇന്നലെ നിങ്ങൾ കേട്ടതുപോലെ ഈ ജീവിതം നിങ്ങൾ ക്രിസ്തുവിനായി ജീവിക്കുക. ഹല്ലേലൂയ. ഈ ഐഡന്റിഫിക്കേഷൻ ഞാൻ ഇവിടെ മുട്ടുമടക്കിയപ്പോ എന്റെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേട്ടതാ. ഇനി നിങ്ങളുമായി പരിചയമുള്ള ടൈപ്പ് ഇത് പറഞ്ഞു തരാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. നിങ്ങളുടെ ട്രൂ ചർച്ചിലല്ല എങ്കിൽ നിങ്ങൾ തോറ്റുപോകും. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അല്ലെങ്കിൽ തോറ്റുപോകും.
ഒരു ട്രൂ ചർച്ച് എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പസ്തോലിക ഉപദേശത്തിലായിരിക്കും. ഇപ്പോ നിങ്ങൾ പലരും ചോദിക്കും, അതെ അതെ ഞങ്ങളുടെ ചർച്ച അപ്പസ്തോലിക ഉപദേശത്തിലാണ്. ചെക്ക്, വെയിറ്റ് എ മിനിറ്റ്. എന്താ പറഞ്ഞ നിങ്ങളുടെ ലെവലിൽ കൊണ്ടുവരാന്ന് പറഞ്ഞേ. ഇന്ന് പല ചർച്ചകൾ അവകാശപ്പെടും ഞങ്ങൾ അപ്പസ്തോലിക ഉപദേശത്തിലാണ്. അപ്പസ്തോലിക ഉപദേശത്തിൽ നിൽക്കണം. പക്ഷെ ഇവിടുത്തെ വിഷയം എന്നാന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക ഉപദേശം എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റൈറ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ റൈറ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. റൈറ്റ് കൺസ്ട്രക്ഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പസ്തോലിക ഉപദേശം അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. 7 അടിസ്ഥാന ഉപദേശങ്ങൾ പറയും. അതിൽ ഒന്നാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ സഭകളോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ആത്മാവിൽ നിന്നാ കേൾക്കണേ, ജനം കേൾക്കുന്നേ. ശ്രദ്ധിക്കുക, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. 1-2 വാക്യം കൂടി ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അതും കൂടി വായിച്ച് നമുക്ക് കടന്നു പോകാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യവും 7-ാം വാക്യം നമ്മൾ വായിച്ച്. എഫെസസിലെ സഭയുടെ ദൂതനോട് പറയാ, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി 8-ാം വാക്യം വായിച്ച്. വെളിപ്പാട് 2:8. സ്മുർനായിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. അപ്പോ സ്മുർനയിലെ സഭയോടാണ് പറയുന്നത്. സ്മുർനയുടെ സഭയോടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. 8-ാം വാക്യത്തിൽ തുടങ്ങുന്നത് സ്മുർനയുടെ സഭയിലെ ദൂതൻ എഴുതുക, സഭയോടാണ് സംസാരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോ അതിന്റെ 11-ാം വാക്യത്തിൽ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കിയേ. മനുഷ്യൻ പറയുന്നതായിട്ടാണോ, എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോയി? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഷിഫ്റ്റ് ആയി. ഇവരിപ്പൊ കേൾക്കുന്നത് ഒരു ജഡ മനുഷ്യനെ അല്ല, ആത്മാവിനെയാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. ഇനി അടുത്ത സഭയോട് പറയാ, പെർഗമോ സഭ 12-ാം അധ്യായം, വെളിപ്പാട് 2:12. പെർമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, അപ്പോ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുകയാണ്, സഭയോടാണ്. ഇനി അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാ സംസാരിക്കുന്നത്? താഴേക്ക് 2:17. സഭ എങ്ങനെയാ കേൾക്കുന്നേ? ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞു. 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ എങ്ങനെയാ ഒരു കേൾവിയിലേക്ക് എത്തിയേ? ഇപ്പൊ ജഡത്തിൽ നിന്നല്ല കേൾക്കുന്നത്, ആത്മാവിൽ നിന്നാ കേൾക്കാൻ തുടങ്ങിയേ. ഇതാണ് സത്യസഭകൾ ഷിഫ്റ്റ് ചെയ്യും. കാരണം അവരുടെ യാത്ര ജഡത്തിലേക്കല്ല, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കാ, മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്കാണ്. ഹല്ലേലൂയ. ഇനി 18, തുയതൈരയിലെ സഭ. തുയതൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഇനി അതിന്റെ 29-ാം വാക്യം വായിച്ചേ. സഭയോടാണ് പറയുന്നത്. 29-ാം വാക്യം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എങ്ങനെയാണ് അവസാനം ഈ മക്കൾ കേൾക്കുന്നത്? ജഡത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്നാണ് കേൾക്കുന്നത്. അവരുടെ ഹിയറിംഗ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടോ, അവരുടെ കേൾവി ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറ്റപ്പെട്ടു. ഇനി വെളിപ്പാട് 3:1 വായിച്ചേ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അരുളി ചെയ്യാണ്. എങ്ങനെയാണ് സഭ കേൾക്കുന്നത്? അതിന്റെ 6-ാം വാക്യം വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിച്ചേ, അവരുടെ ഹിയറിംഗ് ചേഞ്ച് ചെയ്യപ്പെട്ടു. ഇനി ജഡ മനുഷ്യരിൽ നിന്നല്ല അവർ കേൾക്കുന്നത്, ദൈവാത്മാവിൽ നിന്നാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. 7-ാം വാക്യം വായിച്ചേ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഇതാ അങ്ങനെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുമ്പോ ഈ ജനം, സഭയിലുള്ളവർ ഭൂമിയിൽ എങ്ങനെയാ കേൾക്കുന്നത്? അതിന്റെ 13-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവാണ് സംസാരിക്കുന്നത്. എ പേഴ്സൺ വിത്തൗട്ട് ബോഡി, ഫിസിക്കൽ ബോഡി. ഹല്ലേലൂയ. ഈ
ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. 14-ാം വാക്യം വായിച്ചേ. അടുത്ത സഭയോട് ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, അവസാനം ഇത് അങ്ങനെയാ അവര് കേൾക്കുന്നത്. 3:22 വായിച്ചേ. വെളിപ്പാട് 3:22. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് ഒരു സഭയോടല്ല, സഭകളോട്. അന്നത്തെ സഭകളോട് മാത്രമല്ല, ഇന്നത്തെ സഭകളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ. ഇത് ദൈവത്തിലെ ഓരോ ക്രിസ്തുവിൽ ജനിച്ച ഓരോ വ്യക്തിക്കും, അതായത് ക്രിസ്തു വെച്ച ആത്മാവിൽ ജനിച്ച ഓരോ വ്യക്തിക്കും ഇത് കേൾക്കാൻ പറ്റും. നിങ്ങൾ ആത്മാവിൽ വളരുന്നുവെങ്കിൽ, ആത്മാവിൽ വളരണമെങ്കിൽ ഒരു ട്രൂ ചർച്ചിലായിരിക്കണം. ഒരു ട്രൂ ചർച്ചിലായ വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ വളരാൻ പറ്റൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും? രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, പിന്നെ എല്ലാവരും കൂടി വരുന്നൊരു ഫെലോഷിപ്പ്, കൂട്ടായ്മ, പിന്നെ അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഇത്രയൊക്കെ ഉണ്ടാവും. പേരിന് അപ്പസ്തോലിക ഉപദേശം എന്നൊരു സംഭവം. പക്ഷെ അപ്പസ്തോലിക ഉപദേശം മാത്രം ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പസ്തോലിക ഉപദേശം മാത്രം ഉണ്ടാവില്ല. കാരണം അപ്പസ്തോലിക ഉപദേശം എന്നാന്ന് അറിഞ്ഞുകൂടാ. പേര് പറയുമ്പോൾ അപ്പസ്തോലിക ഉപദേശം. ഈ അപ്പസ്തോലിക ഉപദേശമാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ എന്നെയും നിങ്ങളെയും ജഡകുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ പോരാ, അപ്പസ്തോലിക ഉപദേശം ഉണ്ടാകണം. എന്താ അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്നറിയോ നിങ്ങൾക്ക്? ക്രിസ്തു എന്താണോ പറഞ്ഞത് അതാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം. അതെ, ക്രിസ്തു പറഞ്ഞതില്ലാതെ അപ്പസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ എന്നാ കാര്യം? ഒരിക്കലും ഞങ്ങള് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഹോട്ടലിൽ പോയി. എൻ്റെ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പൊ ബിരിയാണി വന്ന് അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ മോന് ഒന്ന് കുഞ്ഞതാ, അവൻ ഈ ബിരിയാണിയിൽ തിരയാൻ തുടങ്ങി. ചിക്കൻ ബിരിയാണി ഇങ്ങനെ തിരിഞ്ഞ് അവൻ നോക്കിയിട്ട് ചിക്കൻ പീസ് ഒന്നും കാണുന്നില്ല. അവൻ തെരഞ്ഞു നോക്കിയിട്ട് ഒറ്റ ചിക്കൻ പീസ് ഇല്ല. പക്ഷെ പേരെന്തുവാ? ചിക്കൻ ബിരിയാണി. അന്ന് അതിനൊരു പേരിട്ടു, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി. പക്ഷെ അവൻ അറിഞ്ഞില്ല, അവൻ്റെ അപ്പനായ ഞാൻ എങ്ങനെയാ ഓർഡർ ചെയ്തതെന്ന്. ഞാൻ 2ആയിട്ട് ഓർഡർ ചെയ്തേ. ഒന്ന് ബിരിയാണി റൈസ്, പിന്നെ വേറൊന്ന് ചിക്കൻ ഹോങ്കോങ്. 2ആയിട്ടാണ് വരുന്നത്. ബിരിയാണി റൈസ് ബിരിയാണി പോലെ ഇരിക്കും, പക്ഷേ അതിൽ ചിക്കനോ മട്ടണോ ഒന്നും കാണൂല, പീസ് കാണില്ല. ഞാൻ സെപ്പറേറ്റ് അത് ഓർഡർ ചെയ്തേ. മോനിത് അറിഞ്ഞില്ല, ബിരിയാണി പോലെ തന്നെ ഇരുന്നു. അവനൊക്കെ തപ്പി നോക്കിയിട്ട് ഒറ്റ ചിക്കൻ പീസ് ഇല്ല. ഇതേപോലെ അപ്പസ്തോലിക ഉപദേശം ഒന്ന് മൊത്തം പറച്ചില്ല. തപ്പി നോക്കിയാൽ അപ്പസ്തോലിക ഉപദേശം കാണൂല. ഈ ജനം പെട്ടത് തന്നെ. കാരണം ഇവരൊക്കെ കുരുടന്മാരല്ലേ. കർത്താവ് യേശു പറഞ്ഞു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇതാണ് കർത്താവ് അവസാനം പറയുന്നത്. അപ്പസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗീയ പിതാവിന്റെ ഇഷ്ടമാണത്. ഇതാ കർത്താവ് അവസാനം പറയുന്നത്. നിങ്ങളെന്നെ കർത്താവേ എന്ന് പറഞ്ഞു. ഇതാ എൻ്റെ നാമത്തെ മിനിസ്ട്രി ചെയ്തു, പല രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷേ അപ്പസ്തോലിക ഉപദേശം ചെയ്തില്ല. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. Get out! എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ചതി നിങ്ങൾക്കുണ്ടാകരുത്. ഐഡന്റിഫൈ ദ ട്രൂ ചർച്ച്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞു കൊള്ളണം, അല്ലെങ്കിൽ അപകടം. ഇന്ന് അന്ത്യകാലത്തെ പ്രസംഗിക്കുന്ന ധാരാളം പേരെ കാണാം. എൻ ടൈം വന്നിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ജനം അതിലേക്ക് ചാടിക്കയറി. എൻ ടൈം എന്തായാലും പ്രസംഗിക്കണമെന്നറിയാമോ? എൻ ടൈമിൽ ജാതിയോടെ എതിർക്കും, ഭൂകമ്പം ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പറയുന്ന കാര്യങ്ങളതൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല അന്ത്യകാലത്തിന്റെ. ഇതൊക്കെ കർത്താവ് പറയുന്നു. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കർത്താവ് ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ
കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞത് ഈ കൂട്ടര് അനേക വട്ടം ആവർത്തിക്കും. എന്നാൽ കർത്താവ് അവിടെ 4 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ വന്ന് നിങ്ങളെ തെറ്റിക്കും. ഈ സംഭവം മിണ്ടില്ല. കർത്താവ് 4 പ്രാവശ്യം പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും പറയില്ല. കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞു, അനേക പ്രാവശ്യം പറയും. ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ ചതിക്കപ്പെടുന്നുവെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങൾ, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. കാരണം വിശുദ്ധ ബൈബിൾ കയ്യിലുണ്ട്. ബരോവയിലുള്ളവരെ പോലെ അത് വായിച്ചുറപ്പിച്ച് അത് അങ്ങനെ തന്നെയോ നിങ്ങൾ മനസ്സിലാക്കുക. അല്ല എങ്കിൽ ചതിക്കപ്പെടാൻ നിങ്ങൾ ഡിഗ്രി എടുത്തിരിക്കുക, ക്വാളിഫൈഡ് ആയിരിക്കുക. അന്ത്യകാലത്തിൽ ലക്ഷണം എന്നറിയാമോ? മത്തായി 24:14 വളരെ വ്യക്തതയോടെ കർത്താവ് പറയുന്നു. മറ്റതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ ഉള്ളൂ. മത്തായി 24:14 അന്ത്യകാലത്തിന്റെ ലക്ഷണം. എന്താണ് അവിടെ പറയുന്നത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എപ്പോഴാണ് അവസാനം വരുന്നത്? ബാക്കിയൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ ഉള്ളൂ. അവസാനം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? രാജത്വത്തിന്റെ സുവിശേഷം. അതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കണേ. യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. നിന്റെ അപ്പൻ നിന്നോടുകൂടെ പാർക്കാൻ വരുന്നു. ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കപ്പെടും. അതോടെ അവസാനം. ഇത് അറിയിക്കാൻ അനുസരണം കെട്ട് നമ്മൾ പോയത് കൊണ്ടാണ് ഈ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം ഈ ഇന്റർനെറ്റ് മീഡിയത്തിന് കൊടുത്തത്. ഈ ശുശ്രൂഷ, ഈ പ്രവചനം ഇവിടെ നിവൃത്തിയാകുകയാണ്. ഇതിവിടെ സംസാരിക്കുന്ന സമയം ഇത് ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലേക്ക് ഇത് എത്തുകയാണ്. മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചാലും സ്വർഗത്തിലെ ദൈവം തന്റെ ആലോചന നിവൃത്തിയാക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പൊ എപ്പോഴാണ് യുഗം തീരുന്നത്? ഈ യേശുക്രിസ്തു പ്രസംഗിച്ച, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രസംഗിച്ച, ഇന്നത്തെ ശിഷ്യന്മാരിൽ നല്ലൊരു പങ്കും പ്രസംഗിക്കാത്ത ഈ രാജ്യത്തെ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്കും സാക്ഷ്യമായി അറിയിക്കാൻ ലോകത്തിന്റെ അതിർത്തികളോളം എത്തും. എത്തിയാ മതി, അതോടെ യുഗം തീരും. ഇത് അന്ത്യകാല. ഹല്ലേലൂയ. തിരിച്ചറിയുക. ഇനി ആ ട്രൂ ചർച്ചിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പിതാവിന്റെ ഇഷ്ടം, ദ വിൽ ഓഫ് ഗാഡ്, നമ്മോടുകൂടെ പാർക്കാനുള്ള അപ്പന്റെ ആഗ്രഹം. ഏത് നമ്മോടുകൂടെ? മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരായി നമ്മോടുകൂടെ പാർക്കാനുള്ള പിതാവിന്റെ ആഗ്രഹം. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറുക. ജഡം ഇവിടെ കൊണ്ട് ഇപ്പൊ തീരും. ആത്മാവിലേക്ക് അതിവേഗം ഷിഫ്റ്റ് ചെയ്യുക. അപ്പോ എന്താണ് ഈ അപ്പസ്തോലിക ഉപദേശം? നിങ്ങൾ ഇനി പുറത്തേക്ക് പോകുമ്പോൾ പലരും അപ്പസ്തോലിക ഉപദേശം. ഹല്ലേലൂയ. 7 അടിസ്ഥാന അപ്പസ്തോലിക ഉപദേശം എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. അതിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അപ്പസ്തോലിക ഉപദേശത്തിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യണം. ചുമ്മാ പേര് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ സ്റ്റാൻഡ് ചെയ്യുവാനായിട്ട് ഇടയാകണം. ഓ ഫാദർ, വി താങ്ക് യു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 40 മുതൽ നമുക്ക് വായിക്കാം. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേ. അപ്പൊ ആദ്യ ഉപദേശം രക്ഷ. ഹല്ലേലൂയ. രക്ഷ. ഇനി താഴേക്ക്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അപ്പൊ രണ്ടാമത്തേത് സ്നാനം. ഇനി അവിടെ പറയാത്ത ഒന്നുണ്ട്. സ്നാനം കഴിഞ്ഞപ്പോ അപ്പോസ്തലപ്രവൃത്തിയിൽ അവര് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. 3-ാമത്തെ പരിശുദ്ധാത്മാ അഭിഷേകം. ഇനി 4-ാമത്തേത്. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും. അതാണ് 4 അപ്പസ്തോലന്മാരുടെ ഉപദേശം. 4 കൂട്ടായ്മ ആചരിച്ചും. 5 കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കിയും. 6 അപ്പം നുറുക്കി. പ്രാർത്ഥന കഴിച്ചും. 7 പ്രാർത്ഥന കഴിച്ചു. ഈ 7 അപ്പോസ്തോലിക ഉപദേശത്തിലാണ് ഇന്നത്തെ മോഡേൺ ചർച്ച് നിൽക്കുന്നതെന്നാണ് ക്ലെയിം. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം പേരേ ഉള്ളൂ. ഏതാണെന്നറിയാമോ? 4-ാമത്തേത് അപ്പോസ്തോലന്മാരുടെ ഉപദേശം.
ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ഇതിൻ്റെ കോറ്. അപ്പോസ്തലന്മാർ അന്ന് അവരെ എന്താണ് പഠിപ്പിച്ചത്? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം വേറെ ഒന്നുമല്ല. അപ്പോസ്തലന്മാർ ആരുടെ ഉപദേശമാണ് പറയണ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരുടെ ഉപദേശമായിരിക്കും പറയാ? യേശുവരെ പഠിപ്പിച്ചതല്ലേ? അപ്പോൾ യേശു പഠിപ്പിച്ച ഉപദേശം ഇല്ലാതെ വേറെ പലതും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് അപ്പോസ്തലിക ഉപദേശമല്ല. 2 യോഹന്നാൻ 1:9 വളരെ വ്യക്തതയോടെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ ഉപദേശം നിൽക്കാത്ത ഒരുവനും ദൈവം ഇല്ല. അതുകൊണ്ട് അവസാനം പറഞ്ഞു വിടുന്ന, ഗെറ്റ് ഔട്ട്, നിങ്ങളെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശം ഇല്ലാത്ത വ്യക്തി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. വായിക്കേ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ദൈവമില്ല. ഇതാണ് ന്യായവിധി. ക്രിസ്തുവിന്റെ ഉപദേശമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആ ഉപദേശത്തിൽ നിൽക്കാത്ത ഒരുവനും ദൈവം ഇല്ല. ഇനി ക്രിസ്തുവിന്റെ ഉപദേശം ആരുടെ ഉപദേശം? പിതാവിന്റെ ഉപദേശം. ഹല്ലേലൂയ. യോഹന്നാൻ 7:16 വരുമ്പോ ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്, യേശു പറയാണ്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ച എന്റെ പിതാവിൻ്റെതാണ് എന്റെ ഉപദേശം. വായിക്കേ, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. എന്നെ അയച്ച സ്വർഗസ്ഥ പിതാവിൻ്റെതാണ് എന്റെ ഉപദേശം. ഹല്ലേലൂയ. ഇനി ദൈവവചനം പറയാ, ക്രിസ്തുവിന്റെ ആ ഉപദേശം നിൽക്കാത്ത ഒരുവനും ദൈവമില്ല. ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തവനേ പിതാവുള്ളൂ, അല്ലെങ്കിൽ പിതാവിന്റെ രാജ്യത്ത് പ്രവേശനമുള്ളൂ. അപ്പോസ്തലന്മാരോട് യേശു എന്താ പറഞ്ഞ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് പിതാവിന്റെ ഉപദേശമാണ്. അതില്ലാതെ ചുമ്മാ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒന്നും പറഞ്ഞിട്ടിരുന്നിട്ട് യാതൊരു കാര്യവും. എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് പഠിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ബാക്കിയൊക്കെ പഠിപ്പിക്കുക. സ്നാനം, രക്ഷ, കൂട്ടായ്മ, അപ്പം തുറുക്കൽ. പക്ഷെ ആത്മമണ്ഡലത്തെ തൊടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മമണ്ഡലത്തെ തൊടത്തില്ല. പകരം ധാരാളം വാക്കുകളുടെ ഉപദേശങ്ങളുണ്ട്. ആത്മമണ്ഡലത്തെ തൊടത്തില്ല. കാരണം നീ വീണ്ടും ജനിച്ചത് ജഡത്തിലല്ല, ആത്മാവില. ഇനി നീ വളരേണ്ടത് ആത്മാവില. നീ കേൾക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനെയാ. ഇത് തൊടത്തില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ബുദ്ധിയില്ലാത്തവരെ. ഗലാത്യ സഭയിലെ അംഗങ്ങളാ. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ പോയോ? വീണ്ടും ജഡത്തിലേക്ക് പോയോ? ജഡ മനുഷ്യനാണ് ന്യായപ്രമാണം, മനുഷ്യനിലൂടെ പറയുന്ന ഉപദേശങ്ങൾ. എന്നാൽ വീണ്ടും ജനിച്ച ദൈവപുത്രനായ ക്രിസ്തുവിലുള്ളവർക്ക് ന്യായപ്രമാണമല്ല, അവർക്ക് ആത്മാവിന്റെ പ്രമാണമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മക്കളെ, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. ഇതിപ്പോ പോകും, ഇവിടെ താഴെ വീഴും, ശ്വാസം ഇപ്പൊ തീരും. നേരത്തെ കേട്ടില്ലേ, ഒരമ്മച്ചി ഒരു ചെറിയ കുറ്റി LPG ഗ്യാസുമായി അടക്കള കയറിയതുപോലെ നമ്മളെ ഈ ഭൂമി കയറ്റിയേക്കണേ. ഇപ്പൊ തീരും ശ്വാസം, പിന്നെ വലിച്ചാൽ കിട്ടൂല. അപ്പോഴാ പറഞ്ഞ അന്ത്യശ്വാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ കിട്ടില്ല. നമ്മൾ ജീവിതം ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറിക്കൊള്ളണം. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ദൈവിക ജ്ഞാനമുള്ള ക്രിസ്തുവിനെ മനസ്സുള്ള ദൈവാത്മാ പറഞ്ഞു തരും. അല്ലാത്തവർ സൂത്രം പണി കാണിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരുന്ന് തങ്ങളുടെ ഉപദേശം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജഡത്തിൽ സുഖിപ്പിച്ചിരിക്കും. എന്നാൽ ആത്മാവിൽ ആരെങ്കിലും ഉപദേശം പറയാൻ വന്ന ഉടനെ പറയും, അവൻ ദുരുപദേശകൻ, ഷാജി ജോസഫ് ദുരുപദേശകൻ, കേൾക്കരുത്. കേട്ടാൽ എന്തു പറ്റോ? അവന്റെ കച്ചവടം പൂട്ടും. ചെമ്പ് പണിക്കാരനെ അലക്സാണ്ടർ, ചെമ്പ് പണിക്കാരൻ വളരെ ദോഷം ചെയ്തു പൗലോസിന്, കാരണം അവന്റെ കച്ചവടം പൂട്ടും. ഹല്ലേലൂയ. ഈ മക്കൾ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ തുടങ്ങിയാൽ അതിവേഗം ദൈവത്തിന്റെ ആത്മാവിനെ കേട്ട അവരുടെ അപ്പന്റെ അടുക്കലെത്തും. വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ നിങ്ങൾ ഇരുന്നു വരണം. ഹല്ലേലൂയ. സത്യം പറയുന്ന ഒരുവനും അധികം ആയുസ് ഈ ഭൂമി കൊടുക്കത്തില്ല. യേശു ഇവിടെ വന്ന് സത്യത്തിന് സാക്ഷി നൽകാൻ അധികം ആയുസ് കൊടുത്തോ? സഭക്കാർ പറഞ്ഞു, വെട്ടിക്കോളാൻ പറഞ്ഞു, ഇവനെ ക്രൂശിച്ചോ. ഹല്ലേലൂയ. കള്ളനായ ബറാബാസിനെ കാണാൻ മതി. പൗലോസ് സത്യത്തിന് സാക്ഷി നൽകാൻ വന്നു, ഇവിടെ നിർത്തിയോ? കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു, കൊന്നു കളഞ്ഞു. ശിഷ്യന്മാർ സത്യത്തിന് സാക്ഷി നൽകുന്നു, ഇവിടെ നിർത്തിയോ? കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായ ഒരുവനെ കൈക്കൊണ്ടില്ല.
അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സത്യത്തിന് സാക്ഷി നിൽക്കുക, അത് കേൾക്കുക, അത് അനുസരിക്കുക. നിങ്ങൾ ജീവിക്കുക, ജീവിക്കുന്ന കാലമെല്ലാം സത്യത്തിന് സാക്ഷി നിൽക്കുക. ഹല്ലേലൂയ. മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക്, ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഉള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ അപ്പസ്തോലിക ഉപദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. യേശുക്രിസ്തു എന്താണോ പറഞ്ഞത് അതാണ്. യേശുക്രിസ്തു പറഞ്ഞ എന്നാണെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 4 മാർക്കോസ് 1:15 നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. അവിടെ പറയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ദൈവം നിങ്ങളോട് കൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവേൻ. അങ്ങനെയല്ലേ പറഞ്ഞേ? വായിച്ചേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏത് സുവിശേഷം? ഏത് സുവിശേഷത്തിൽ വിശ്വസിക്കാനാ പറഞ്ഞേ? അലക്സ, ഏത് സുവിശേഷത്തിൽ വിശ്വസിക്കാനാ യേശു പറഞ്ഞേ? ദൈവവചനോ? എന്താ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞേ? യേശു ഉദ്ദേശിച്ചത് എന്താ? ദൈവം അവിടെ രാജാവാ. ദൈവം രാജാവായി നിങ്ങളോടുകൂടെ പാർക്കാൻ കടന്നു വരികയാണ്. അതിന് നല്ല വിശേഷമല്ലേ അപ്പനോടുകൂടെ ജീവിക്കുന്നേ? ഇതിനേക്കാൾ നല്ല വിശേഷം വേറെ എന്താ ഉള്ളേ? ഹല്ലേലൂയ. അത് വിശ്വസിക്കുക. ഇവിടെ ദാവീദിന്റെ പുത്രനായും ജനിച്ച യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ശ്രദ്ധിക്കുക. ഇനിയും 3.5 വർഷം കഴിഞ്ഞാൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇനിയും 3.5 വർഷം കഴിയണം. യേശു പ്രസംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ഏതാണ് സുവിശേഷം? ദൈവം നമ്മളോട് പാർക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോഴും യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ എത്ര നാളോട് കഴിഞ്ഞാൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കൂ? യേശുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ 3.5 വർഷമായിരുന്നു. ഇനി 3.5 വർഷം കൂടി കഴിഞ്ഞാലും മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. നമ്മൾ സുവിശേഷത്തെ പിശാച് നമ്മളിന്ന് മറച്ചു. യേശു പ്രസംഗിച്ചതിനെ മറച്ചു. എന്നിട്ട് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അത് മാത്രം നമുക്ക് സുവിശേഷമായി മാറി. യേശു 3.5 വർഷം പ്രസംഗിച്ചത് നമ്മളിന്ന് മറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം പോയി, മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അത് മാത്രം നമുക്ക് സുവിശേഷമായി. അത് നമ്മൾ യേശു പ്രസംഗിച്ച സുവിശേഷത്തിലേക്ക് എത്താനുള്ള വഴിയാണ് കാൽവരി തുറന്നത്. തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതുവഴി ഉണ്ടാക്കി. എങ്ങോട്ട്? താൻ പ്രസംഗിച്ച സുവിശേഷത്തിലേക്ക്, ദൈവത്തോടുള്ള വാസത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി. ഇത് തിരിച്ചറിയുക, ഇത് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ ആരായാലും എന്തായാലും എന്ത് വലിയ പ്രശ്നമായാലും അതല്ല ഇവിടം കൊണ്ട് തീരും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടം കൊണ്ട് തീരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടം കൊണ്ട് തീരും. നിങ്ങളുടെ നന്മകൾ, നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഇവിടം കൊണ്ട് തീരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വലിയ ജോലിയുണ്ട്, വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു 10 കാറുണ്ട്, 10 വീടുണ്ട്, ഒക്കെ നല്ലത് തന്നെ. പക്ഷെ എല്ലാം നിങ്ങൾ വട്ടപ്പൂജ്യമാകും നിങ്ങളുടെ മരണത്തോടെ. നിങ്ങളുടെ നന്മകളൊക്കെ ഇവിടെ തീരും. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ട്, നിങ്ങൾക്ക് തലവേദനയുണ്ട്, നിങ്ങൾക്ക് വയറ്റ് വേദനയുണ്ട്, നിങ്ങളുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കിഡ്നി രോഗമുണ്ട്, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം തീരും. ഒക്കെ തീരും നിങ്ങളുടെ മരണത്തോടുകൂടെ. നിങ്ങളുടെ നന്മകളും തീരും, നിങ്ങളുടെ കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ തീരും ഇവിടെ വെച്ച്. പക്ഷേ ഇവിടുന്ന് തുടങ്ങേണ്ട ഒന്നുണ്ടായിരുന്നു. അതായിരുന്നു സുവിശേഷം കേട്ട് ജഡകുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ്. അത് നിങ്ങൾക്ക് കിട്ടിയാൽ അതൊരിക്കലും അവസാനിക്കത്തില്ല. ജഡത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇവിടം കൊണ്ട് തീരും. കാരണം ജഡകുടുംബം ഇത്തിരി നേരത്തേക്കുള്ളൂ, പക്ഷെ ആത്മകുടുംബം നിത്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സുവിശേഷം, നല്ല വിശേഷം, അത് മനസ്സിലാക്കി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, തിരിച്ചറിയുക. ഇവിടെയുള്ള ജീവിത പങ്കാളി, ഇവിടെയുള്ള ഭാര്യ, ഭർത്താവ് ഒക്കെ, കുഞ്ഞുങ്ങളൊക്കെ നല്ലതാ, പക്ഷെ ഇച്ചിരി നേരെ കാണാൻ കിട്ടുള്ളൂ. എല്ലാത്തിനും ഒക്കെ തീരും, ഒക്കെ എല്ലാം തീരും. ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ദൈവ കുടുംബത്തിലേക്ക് മാറുക. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുക. യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം പിശാച് മറക്കുകയാണ്. 2 Corinthians 4:4 പറയാണ്, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് ഈ പറയണേന്ന്. കാരണം പിശാച് കുരുടാക്കിയതാ. ഇവിടെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എന്റെ മനസ്സിന്, എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ. 2 Corinthians 4:4 വായിച്ച്.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിലെ ദൈവം ആരാന്നറിയോ? ഇന്നലെ വായിച്ചു, പിശാച്. പിശാച് മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി. എന്ത് ശോഭിക്കരുത്? യേശു പ്രസംഗിച്ച സുവിശേഷം ജനം അറിയരുത്. അവൻ ജയിച്ചിരിക്കുക. ഇന്ന് ജനത്തിന് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയത്തില്ല. അപ്പസ്തോലിക ഉപദേശം എന്ന് പറയുന്നല്ലാണ്ട് എന്താ അപ്പസ്തോലിക ഉപദേശം എന്ന് ഒരു ഐഡിയ ഇല്ല. യേശുക്രിസ്തു പ്രസംഗിച്ച ഈ സുവിശേഷമാണ് അപ്പസ്തോലിക ഉപദേശം. ഇതാണ് പറഞ്ഞത്, കാലം തികഞ്ഞോ, ദൈവരാജ്യം സമീപിച്ചിരിക്കണോ, ദൈവം നിന്നോടുകൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചിരിക്കണോ, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ഇന്ന് പല ക്രിസ്ത്യാനികളോടും ദൈവം നമ്മളോട് പാർക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളോട് പാർക്കില്ലെന്ന് പറയണേ. പിന്നെ ആര് പാർക്കും? ക്രിസ്തു മാത്രമേ പാർക്കുള്ളൂ, ദൈവപുത്രൻ. ദൈവം പാർക്കത്തില്ല. ദൈവത്തിന്റെ വചനം അവസാനം പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടെ. 1000 വർഷ ഭരണത്തിന് ശേഷം നമ്മളത് പഠിക്കും, ദൈവം അനുവദിക്കുന്നെങ്കിൽ. അതിനുശേഷം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലല്ല, ഈ ഭൂമിയിലാണ് യേശുക്രിസ്തു എന്ന് നമ്മളെ ചേർക്കുന്നത്. യേശു ഇവിടെ വാഴുന്ന 1000 വർഷം വാഴുന്നത് ജെറുസലേം തലസ്ഥാനമാക്കി, അത് ഈ ഭൂമി തന്നെയാണ്. എന്നാൽ സ്വർഗസ്ഥ പിതാവ് നമ്മളിവിടെ താമസിക്കാൻ വരുന്നത് ഈ ഭൂമിയിലല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നാം അവന്റെ പ്രത്യാശയ്ക്കായി നീതി വസിക്കുന്ന പുതിയ ആകാശനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ആര്? ഇന്നത്തെ ജനം പലരും ഇത് അറിയുന്നു പോലുമില്ല. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞെ, നീ ഇവിടെ പ്രശ്നം പരിഹരിക്കാനായിരിക്കണോ? അതാണ് ജഡത്തിലെ പ്രശ്നമുള്ളൂ, അത് പരിഹരിക്കപ്പെടട്ടെ. ഇൻ കേസ് അത് പരിഹരിക്കപ്പെട്ടാലും പരിഹരിക്കപ്പെട്ടില്ല, നിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? നിന്നെ ഇപ്പൊ തീരും, നീ ഇവിടെ കൊണ്ട് ഇപ്പൊ തീരും. എന്നാൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ തുടർന്നും ജീവിക്കാം. എവിടെ? സ്വർഗീയ കുടുംബത്തിലേക്ക്, സ്വർഗീയ കുടുംബത്തിൽ. ഇത് തിരിച്ചറിയണം. ഇനി യേശുക്രിസ്തു പ്രസംഗിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഇനി യേശുക്രിസ്തുവിന്റെ പ്രസംഗവേളയിൽ ലൂക്കോസ് സുവിശേഷം 4:42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ അവിടെ പറയുന്നത്, യേശുക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുമ്പോൾ ജനം പറയണത്, ഇവിടുന്ന് പോകണ്ട, ഇവിടെ കൂടിക്കോ, നമുക്ക് ഇവിടെ കൂടാം, ഒരു ചർച്ച കെട്ടി ഇവിടെ കൂടാന്നുള്ള മനോഭാവത്തിൽ അവർ സംസാരിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു പറയുന്നതെന്നറിയാമോ അവരോട്? ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷമായി അറിയിക്കണം. അതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നേ. എന്തിനാ ഇത് പറഞ്ഞ? യേശുവിന്റെ ഉപദേശം എന്നാണെന്നറിയാനാ. വായിക്കേ, ലൂക്കോസ് സുവിശേഷം 4:42 ഞാൻ ചിന്തിക്കും. നേരം വെളുത്തപ്പോൾ അവർ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ ക്ലിയർ അല്ലേ യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്താണ്? ജനം യേശുവോട് പറയാ, പോകണ്ട, ഇവിടെ കൂടിക്കോ, ഇവിടെ കൂടിക്കോ. യേശു പറഞ്ഞു, നോ വേ, എന്നെ അയച്ചിട്ടേ ഞാൻ വന്നേ, ഒരു ഉപദേശം കൊണ്ടാ ഞാൻ വന്നേക്കണേ. ഇത് ഓരോരോ പട്ടണങ്ങളിലും പോയി എനിക്ക് അറിയിക്കണം. എന്താണ് ഉപദേശം? ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ദൈവം നിങ്ങളോട് പാർക്കാൻ വരുന്നു. നിങ്ങൾക്ക് അധികം ആയുസില്ല, ഇവിടെ ഇപ്പൊ തീരും. പക്ഷെ ദൈവത്തോടു കൂടെ നിങ്ങളെ പാർക്കാൻ, നിങ്ങളെ നിത്യം ജീവിപ്പിക്കാൻ, ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ എന്നെ അയച്ചിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ജീവനും കൊണ്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പല്ലേ തന്നുവിട്ടിരിക്കുക ജീവൻ, ആ ജീവനും കൊണ്ടാ വന്നേക്കണേ. ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലോ എന്ന് വെച്ചാൽ സുവിശേഷമായി അറിയിക്കണം. ഇതാണ് യേശുക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശമാണ്, ഈ ദൈവരാജ്യ സുവിശേഷമാണ് ഉപദേശമായി ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. മത്തായി 10:7 വായിച്ച്. 10:7 സുവിശേഷന്മാരോട് എന്നാ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞേ? നിങ്ങൾ പോകുമ്പോൾ എന്നാണ് പറയണ്ടേ? നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ഇതാ നിങ്ങൾ പോകുമ്പോൾ, ദൈവരാജ്യം സ്വർഗരാജ്യം ഒന്ന് തന്നെ കേട്ടോ. നിങ്ങൾ പോകുമ്പോ ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. അപ്പൊ ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ ഏത് ഉപദേശമാ? യേശു എന്താണോ പ്രസംഗിച്ചത് അത് തന്നെയാണ് ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ ഉപദേശം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ഹല്ലേലൂയ. ഘോഷിപ്പീൻ. അപ്പൊ ശിഷ്യന്മാരെന്നെ പ്രസംഗിക്കേണ്ട യഥാർത്ഥത്തില് ഈ കൽപ്പനയല്ലേ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നല്ലേ ഘോഷിക്കണ്ടേ? യേശു എന്നാ പറഞ്ഞോ അത് തന്നെ വേണം യേശുവിന് ശിഷ്യന്മാരും പറയാൻ. അപ്പൊ ഇന്നത്തെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്, അതോ യേശുവിന്റെ ശിഷ്യന്മാരാണോ അതോ ഏതോ ഡിനോമിനേഷന്റെ ശിഷ്യന്മാരാണോ നമുക്ക് തിരിച്ചറിയാം. ഇത് തന്നെയാണോ അവർ പറയുന്നത്? ഇനി
അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു? അവർ യേശുവിനെ പ്രസംഗിച്ചപ്പോൾ അവർ എങ്ങനെയാണ് പ്രസംഗിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം 25 വാക്യം വായിച്ച്. പൗലോസ് എങ്ങനെയാണ് പ്രസംഗിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം അതിന്റെ 25 വാക്യം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പൗലോസ് ഇത് അനുസരിച്ചായിരുന്നു? പൗലോസ് ഇത് അനുസരിച്ചോ? യേശു പ്രസംഗിച്ച അത് തന്നെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. യേശുവെ പ്രസന്റ് ചെയ്യുമ്പോ യേശു പ്രസംഗിച്ച ആ കൽപ്പിച്ച അതേ സന്ദേശം, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ട് നടന്നവനായ എന്റെ മുഖം. ദൈവരാജ്യം പ്രസംഗിച്ചിട്ടാണ് യേശുവിനെ അറിയിക്കുന്നത്, അല്ലാണ്ട് ദൈവരാജ്യം പ്രസംഗിക്കാതെ യേശുവിനെ അറിയിക്കുകയല്ല. ഇന്ന് അതെല്ലാം തല തിരിഞ്ഞു ദൈവരാജ്യം ഒഴിവാക്കി യേശുവിനെ അറിയിക്കുക. യേശുവിന്റെ പ്രസംഗമില്ലാതെ, യേശുവിന്റെ സുവിശേഷമില്ലാതെ യേശുവിനെ അറിയിക്കുക. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെ. ബൈബിൾ അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്, ബൈബിളല്ല, അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്ന ഭാഗത്ത് ഇതാ ഈ പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ അവിടെ കാണാം. അതിന് 28 അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ ഇതാ അവിടെ എങ്ങനെയാണ് അവർ യേശുവിനെ പ്രസംഗിക്കുന്നത്? യേശുവിന്റെ സുവിശേഷം കൂടാതെയാണോ? ദൈവരാജ്യം എന്ന തന്റെ സന്ദേശം ഉപദേശം കൂടാതെയാണോ? അതോ അതോട് ചേർന്നാണോ? വായിക്കേ അപ്പോസ്തല പ്രവൃത്തി 20:30 മുതൽ താഴേക്ക്. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും, ദൈവരാജ്യം യേശു കൽപ്പിച്ചത് എന്താണോ അത് പ്രസംഗിച്ചും, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അല്ലാണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു പറഞ്ഞ ദൈവരാജ്യ സുവിശേഷം ഉപേക്ഷിച്ചിട്ടല്ല. ദൈവരാജ്യ സുവിശേഷം ആദ്യം പറഞ്ഞു, എന്നിട്ട് യേശുവിനെ കുറിച്ച് അറിയിച്ചു. ഹല്ലേലൂയ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ഹല്ലേലൂയ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞ, ക്രിസ്തു കൽപ്പിച്ച ആ ഉപദേശമായ ദൈവം നമ്മളോട് പാർക്കാൻ വരുന്നു എന്ന സന്ദേശം അറിയിച്ച് നീ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടണമെന്ന് പറയണം. എന്നിട്ട് ക്രിസ്തുവിനെ പറയണം. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷം വരുന്നോണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാലും അവിടെ എത്താൻ വഴിയുണ്ടോ? വഴിയാണ് യേശു ക്രിസ്തു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 20:21 പറയുന്നത്. എന്താണ് ഈ അപ്പോസ്തല പ്രവൃത്തി 20:21 കടന്നു വരുമ്പോ നമുക്ക് കാണാം എങ്ങനെയാണ് അതിന്റെ മെത്തേഡ്. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യം ദൈവത്തിലേക്കുള്ള മാനസാന്തരം ഉണ്ടാകണം നിനക്ക്. അതിന്റെ അർത്ഥം, എനിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, എന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ഞാൻ ദൈവത്തിന്റെ വഴികളിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആദ്യ ഭാഗം ദൈവത്തിലേക്കുള്ള മാനസാന്തരം. രണ്ടാമത്തെ ഭാഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതിലൂടെ അവിടെ എത്തണം. വായിക്കുക അപ്പോസ്തല പ്രവൃത്തി 20:21. എങ്ങനെയാണ് അവർ സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാർ? 20:21. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഇതൊക്കെ സാക്ഷീകരിച്ചേ? യേശുവിനെ സാക്ഷി ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം പറഞ്ഞു, ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മാനസാന്തരപ്പെടണം. ദൈവരാജ്യം സമീപിച്ചു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക്, സ്വർഗീയ പിതാവിങ്കിലേക്ക് നിങ്ങൾ ഒന്നാകുവാൻ മാനസാന്തരപ്പെടണം. അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ അവിടെ എത്താൻ ഒരു വഴിയില്ല. ഒരേ ഒരു വഴി ദൈവം തന്നെ ഒരുക്കി, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി. കാരണം ഇവരൊക്കെ കുടുങ്ങിക്കിടക്കുക പാപത്തിൽ. ഒരേ ഒരു വഴി, യേശു എന്ന വഴി. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. ഇന്നത്തെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ വലിയ അയിലേക്കാണെങ്കിൽ 2 മുറിക്കും, ചിലത് 3. ഈ ഒരു സംഭവത്തെ 2 മുറിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം വിട്ടു. യേശുവിൽ വിശ്വസിച്ചാൽ മതി. ഇത് ആരാ പറഞ്ഞു? യേശുവിൽ വിശ്വാസം വേണം. എന്തിനു വേണ്ടി? യേശുവിൽ വിശ്വസിക്കാതെ ഒരുവൻ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെട്ടാലേ എങ്ങോട്ടേക്ക് എത്താൻ പറ്റൂ? ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക് എത്താൻ പറ്റൂ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഭക്തന്മാർ നമ്മളെയൊക്കെ നന്നായി ജീവിച്ചവരുണ്ടായിരുന്നു. ഒരെണ്ണം അവിടെ എത്താൻ പറ്റാത്ത ലെവലിൽ എല്ലാവരെയും പിശാച് കുടുക്കി പാതാള പർദീസയിൽ അടച്ചു. അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്നാൽ യേശുക്രിസ്തു തന്റെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി ബന്ധന്മാരെ വിടുവിച്ചുകൊണ്ട് പോയി ഇവിടുന്ന്. ഇതൊക്കെ ആത്മലോകത്തിലെ കാര്യങ്ങളാ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിയാട്ടെ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പക്ഷെ അന്ന് വരെ ജയിച്ചിരുന്നു. അന്ന് വരെ മരണം ജയിച്ചു ഇവരെ പിടിച്ചു കെട്ടിയിരിക്കുക.
ഇന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അവൻ രക്ഷിക്കപ്പെടും. എവിടെ നിന്ന്? പിശാചിന്റെ പിടിയിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന്. എന്തിനു വേണ്ടി രക്ഷിക്കുന്നു? നീ യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലെത്തണം. യേശു പറഞ്ഞു, അതിനുള്ള വഴിയും സത്യവും ജീവനും ഞാനാ, എന്നിലൂടെ ഇതല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിങ്കിലേക്ക് മാനസാന്തരപ്പെടണോ? ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്, നിന്നെ കള്ളനായി പിടിക്കാൻ ഇടവരരുത്. വചനത്തോട് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. നാം സത്യത്തിന് സാക്ഷി നൽകണം, അസത്യത്തിനല്ല സാക്ഷി നിൽക്കേണ്ടത്. നാം അതിലേക്ക് കൂട്ടിയാൽ നമ്മൾ അസത്യത്തിന് സാക്ഷി നിൽക്കുക, സത്യത്തിന് സാക്ഷി നിൽക്കണം. ഈ ജനം മാനസാന്തരപ്പെട്ട് കയറി വരും. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് കയറി വരും. ദൈവത്തിന്റെ വചനം 2 Corinthians chapter 2:17. ഇന്ന് കാണുന്ന ആത്മീക തലത്തിൽ ബഹുഭൂരിഭാഗം ഇത് തന്നെയാണ്. വചനത്തിൽ കൂട്ടുചേർത്ത് മായം ചേർത്ത് കച്ചവടം ചെയ്യുക, എന്നിട്ട് ജനത്തെ സന്തോഷിപ്പിച്ച് നിർത്തുക, കർണരസമാകുമാർ അവർക്ക് ഇഷ്ടമുള്ള മാനുഷിക കാര്യങ്ങൾ പറയുക. വായിച്ചേ 2:17. 2 Corinthians chapter 2:17. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. ഞങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ ദൈവവചനത്തിൽ കലർപ്പ് ചേർക്കുന്ന, കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. വായിക്കേ. നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ. എവിടെ സംസാരിക്കുന്നേ? ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്. ആരിൽ സംസാരിക്കുന്നു? ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എന്നാൽ ഈ കൂട്ടർ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെയും ദൈവത്തെയും കൂടെ ഒരാളാക്കി മാറ്റുന്നു. അല്ല, ഒരാള് അത്യുന്നതനായ ക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവാ, മറ്റേ ആള് ആ അത്യുന്നതനായ പിതാവിന്റെ മകനാ. ആ ക്രിസ്തുവിലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാ പറയുന്നത്, ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നു. ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ. ആരോട്? നിങ്ങളോട്. ഞങ്ങൾ പറയുന്നതിൽ ഒരു കൂട്ടുചേർപ്പുമില്ല, ഒരു കാര്യം ചേർക്കുന്നില്ല. നിർമ്മലതയോടെ ഞങ്ങൾ സംസാരിക്കുന്നു. വചനത്തെ ഞങ്ങൾ കൂട്ടുചേർക്കത്തില്ല, വചനത്തെ എടുത്തു മാറ്റത്തില്ല. ഇത് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ. രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറക്കൽ, പ്രാർത്ഥന. പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ്സായി പോയല്ലോ അപ്പോസ്തലിക ഉപദേശത്തിൽ. ഒരാളുടെ പറയാമോ എന്താന്ന്? ഈ പറഞ്ഞത് മാത്രം മിസ്സായിപ്പോയി. ഏതാണ്? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. സഭ തിരിച്ചറിഞ്ഞില്ല അല്ലേ? ഇത് സഭയെ നയിക്കുന്നവർ, നടത്തുന്നവർ തിരിച്ചറിഞ്ഞില്ല അല്ലേ? ഇത് അടിസ്ഥാന 7 ഉപദേശങ്ങളിൽ മിസ്സായി പോയത് തിരിച്ചറിഞ്ഞില്ല അല്ലേ? ഇത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. അന്നത്തെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുവിലുള്ള വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ. എന്തിനാണ്? ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നിലൂടെ ഞാൻ വേണം നിങ്ങൾക്ക് രക്ഷ തരാൻ. എന്തിന്? പിതാവിന്റെ അടുക്കൽ എത്താൻ. പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപം നിമിത്തം പിശാചിന്റെ പിടിയിലായിപ്പോയ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേണം. ഞാനല്ലാതെ വേറൊരു നാമം എന്റെ അപ്പൻ ആകാശത്തിന് കീഴിൽ നൽകിയിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അല്ലെ ഇതുവരെ? എങ്ങനെ തിരിച്ചറിയാനാ? വചനത്തിൽ കൂട്ടുചേർത്തവരല്ലേ പഠിപ്പിക്കുന്നേ? അവരല്ലേ സഭകളിൽ കയറി ഇറങ്ങി പഠിപ്പിച്ച് പോകുന്നേ? അവരല്ലേ സത്യത്തിന്റെ ഉപദേശം വരുമ്പോ ഇത് കള്ള ഉപദേശം എന്ന് വിളിച്ചു പറയുന്നേ? ചെമ്പ് പണിക്കാരൻ വിളിച്ചു പറയാ, പൗലോസിന്റെ ഉപദേശം ശരിയല്ലാട്ടാ. പൗലോസ് പറഞ്ഞു, ചെമ്പ് പണിക്കാരൻ എനിക്ക് വളരെ ദോഷം ചെയ്തു, ഞാൻ അവനെതിരില്ല. ദൈവം, ക്രിസ്തു അവന് വേണ്ടത് കൊടുക്കട്ടെ. സത്യസഭയെ എങ്ങനെ തിരിച്ചറിയണം? സത്യസഭയെ എങ്ങനെ തിരിച്ചറിയണം? സത്യസഭ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറുന്നതാ, മനുഷ്യരിൽ നിന്ന് ദൈവപുത്രനിലേക്ക് മാറുന്നതാ.
ജഡ കുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്ക് മാറുന്നതാ. നീ സത്യസഭയിലാണെങ്കിൽ നിന്റെ കേൾവി ചേഞ്ച് ചെയ്യും. അതൊരു ട്രാൻസിഷൻ ആവും. മനുഷ്യരിൽ നിന്ന് നീ ആത്മാവിലേക്ക് മാറും. ആത്മാവിനെ കേൾക്കാൻ തുടങ്ങും. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മകനെ മകളെ, ചതിക്കപ്പെടരുത് ഈ നാളിൽ. ഈ ഭൂമിയിൽ ആരെങ്കിലും നിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ നിന്റെ മരണം മാറ്റിത്തരാമെന്നും പറഞ്ഞുകൊണ്ട്? നിന്റെ സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചിട്ടല്ലാതെ നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന് പറ്റുമോ ഓഫർ തരാൻ? നിന്റെ MLA-ക്ക് പറ്റുമോ? നിന്റെ മന്ത്രിക്കോ മുഖ്യമന്ത്രി പിണറായിക്ക് പറ്റുമോ? മോദിക്ക് പറ്റുമോ എന്റെ നിങ്ങളുടെ മരണം മാറ്റിത്തരാൻ? എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയം മരണമാണ് ഏറ്റവും വലിയ വിഷയം എന്നറിഞ്ഞ് തന്റെ പുത്രനെ അതിന് പരിഹാരമായി ജീവനും കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചു. നമ്മളെ പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, ലോകത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത്, അജ്ഞതയിൽ നിന്ന്, ഇരുളിൽ നിന്ന് രക്ഷിച്ചെടുത്ത് തന്റെ പ്രകാശത്തിന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കാൻ. ഹല്ലേലൂയ. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം. അല്ലാണ്ട് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് എത്ര പേരെ ബുദ്ധിയില്ലാത്തവരെന്ന് പറയണം? ഈ സഭകളിലുള്ള മെജോറിറ്റിയെയും പറയണ്ടേ ബുദ്ധിയില്ലാത്തവരെന്ന്? ബുദ്ധിയില്ലാത്ത കോട്ടയംകാരെ, ബുദ്ധിയില്ലാത്ത തിരുവനന്തപുരംകാരെ, ബുദ്ധിയില്ലാത്ത എറണാകുളംകാരെ, ബുദ്ധിയില്ലാത്ത സിഡ്നിക്കാരെ, ബുദ്ധിയില്ലാത്ത ദുബായിക്കാരെ, ബുദ്ധിയില്ലാത്തവരെ നിങ്ങൾ സഭയിലുണ്ടെന്ന് പറയുന്നത് കൊള്ളാം. പക്ഷെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, പക്ഷെ ജഡം കൊണ്ടോ സമാപിച്ചത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചെങ്കിൽ നീ ആത്മാവിനെ കേൾക്കാൻ തുടങ്ങണം. കേൾക്കുന്നില്ല എങ്കിൽ നീ ഒരു ട്രൂ ചർച്ചിലൊന്നും അല്ല, ഏതോ ഫേക്ക് ചർച്ചില. ആരോ ഉപജീവന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി കുറെ വചനങ്ങൾ ബൈബിളിൽ നിന്ന് അതും ഇതും ഒക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞ് അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി പോവാ. ഇത് ഉപജീവന മാർഗത്തിന്റെ കോഴ്സല്ല, ഇത് നിത്യജീവന്റെ കോഴ്സാ. നിത്യജീവൻ, നിനക്ക് നിത്യജീവൻ തരാൻ, മരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ജീവൻ തരാൻ. ഒരു മനുഷ്യനെ പ്രശസ്തനാകാനല്ല, ദൈവത്തിന്റെ, നിന്റെ അപ്പന് നിന്നോടുള്ള സ്നേഹ. നീ നശിച്ചു പോകരുത്, നീ നിത്യം നിലകൊള്ളണം. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ ദൈവരാജ്യ സുവിശേഷം, പിതാവ് കൊടുത്ത ആ സന്ദേശം, പുത്രൻ 3.5 വർഷം വിളിച്ചു പറഞ്ഞ സന്ദേശം, പുത്രന്റെ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞ സന്ദേശം, ഇന്ന് പിശാച് അതിനെ മുക്കി. നമ്മളുടെ നല്ല സഹോദരങ്ങൾക്ക് അത് മറച്ചു. ഈ സന്ദേശം എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇത് തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കണം. അധികം താമസിയാതെ നിങ്ങൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറും. എൻ്റെ ജീവിതം ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതമാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നത് ഇതാ ഈ തലമുറയിൽ ഒരുപക്ഷെ ആരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ദൈവവചനത്തിലുള്ളതാ. ഞാനിത് കേൾക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്നല്ല, യൂട്യൂബിൽ നിന്നല്ല. അവരും പ്രസംഗിച്ചത് അടിച്ച് കോപ്പി എടുത്ത് അതല്ല തരുന്നേ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഞാൻ ആസിഡ് നിങ്ങളോട് പറയുന്നു, എന്റെ പുറകെ നിൽക്കുന്ന XYZ വ്യക്തി മനുഷ്യ ജഡഭുജങ്ങളല്ല, പകരം സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തു, ആ ദൈവത്തിന്റെ ആത്മാവാണ് എന്റെ പുറകിൽ. ഹല്ലേലൂയ. എന്തിനാത്? നിങ്ങളെ ഇവിടെ ഇട്ട് അടച്ചു കളയാനല്ല, പകരം നിങ്ങളെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ എത്തിക്കാനാ. മരണമില്ലാത്ത അപ്പന്റെ അടുക്കൽ. ഇത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. എരിവുകൾ പല ടൈപ്പുണ്ട്. സത്യം പറയുമ്പോ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ? അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് നിങ്ങളുടെ ഗുണത്തിനായിട്ടല്ല, നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയാൻ അവരെ എരിവ് കാണിക്കുന്നേ. 2 ടൈപ്പാ ദൈവദാസന്മാർ. ഒന്ന് പൗലോസിനെ പോലെയുള്ള ഒരു ടൈപ്പ്, വേറെ ഒരു ടൈപ്പ് അവർക്ക് വയറ് നിറയ്ക്കാൻ വേണ്ടി നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുന്നു. അവർക്കിത് ഉപജീവന മാർഗമാ. പൗലോസ് പറയാ, അവർക്കിത് ഉപജീവനമാ. അവരുടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു, അവരുടെ അവസാനം നാശ. പക്ഷെ പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർക്ക് ഇത് ഉപജീവന മാർഗമല്ല, ഇത് ജീവന്റെ മാർഗമാ. ജീവന്റെ മാർഗം, നിങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ഏതോ ജ്ഞാന വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തലോടി നിങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, അവരുടെ പുറകെ നടത്തി. പകരം നിങ്ങളെ ക്രിസ്തുവിന്റെ പുറകെ കൊണ്ടുപോകും. ക്രിസ്തുവിന്റെ പുറകെ അവരോട് പറയും, എങ്ങനെ പുറകെ വരണ്ട, ക്രിസ്തുവിന്റെ പുറകെ പോകാൻ പറയും. ഹല്ലേലൂയ. പിന്നെ ഏതൊക്കെ വിഷയത്തിൽ ഞങ്ങൾ ക്രിസ്തുവിന് അനുകാരികളാണോ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ അനുകരിക്കാം. ഞങ്ങളും തികഞ്ഞവരല്ല. തികഞ്ഞവനായ ക്രിസ്തുവിന്റെ പുറകെയുള്ള യാത്രയാണിത്. തിരിച്ചറിയുക. എന്റെ മക്കളെ, ആള് മാറണം. ഇപ്പൊ മരണം നിങ്ങളെ നീക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിലേക്ക് പ്രവേശിച്ച്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് പ്രവേശിച്ച് മരണത്തെ നിങ്ങൾ നീക്കണം.
ഹല്ലേലൂയ. അല്ലാണ്ട് വീണ്ടും ജഡത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്നെ സംഭവിക്കും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയം. അതാ ബുദ്ധിയില്ലാത്തരെന്ന് വിളിക്കുന്നേ. അപ്പോസ്തലപ്രവൃത്തി റോമ 8:13 വായിക്കുമ്പോൾ ഇനിയും നമ്മൾ ഈ പഴയ ജീവിതം തുടരണമെങ്കിൽ വളരെ വ്യക്തതയോടെ കർത്താവിന്റെ വചനം പറയുക, ശിക്ഷ എല്ലാം നിങ്ങൾ ഒഴിവാക്കിയതാ, പക്ഷെ നിങ്ങൾ മരിച്ചു പോകും. റോമ 8:1 നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്തേശ്വരുള്ള ഒരു ശിക്ഷാവിധി ഇല്ല. പക്ഷേ തൊട്ട് താഴെ വചനം പറയുന്നു, പക്ഷെ നിങ്ങൾ ജഡത്തെയാണ് വീണ്ടും അനുസരിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ മരിക്കും. ശിക്ഷാവിധി ഇല്ലാത്ത നിങ്ങൾ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. റോമ 8:13 വായിച്ചു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആര്? നിങ്ങൾ. അതായത് ഒരു ശിക്ഷാവിധി ഇല്ലാത്ത യേശുവിൽ വിശ്വസിച്ച നിങ്ങൾ മരിക്കും നിശ്ചയം. വീണ്ടും പഴയ ജീവിതമാണ്. ജഡത്തിൽ തന്നെ നിൽക്കുന്ന ബുദ്ധിയില്ലാത്ത ഗലാത്യരാണെങ്കിൽ, ബുദ്ധിയില്ലാത്ത കോട്ടയംകാരാണെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. യാതൊരു സംശയമില്ല. പക്ഷേ ഏത് നിങ്ങളാണ്? അതിന്റെ 8:1 വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. യേശുവിനെ വിശ്വസിച്ച നിങ്ങൾക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ആ ഒരു ശിക്ഷാവിധി ഇല്ലാത്ത നിങ്ങൾ വീണ്ടും ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ പോയാൽ മരിക്കും നിശ്ചയം. അപ്പൊ ഇവിടെ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് ഡോക്ടർ ഒന്നും കൊണ്ട് ആരും കാര്യമില്ല. നിങ്ങൾ മരിക്കും നിശ്ചയം. നിങ്ങളുടെ ജീവിതശൈലി മാറണം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ വീണ്ടും ജഡത്തിലേക്കാ വരാൻ പോണേ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, സത്യസഭയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ആരാധിക്കൂ, സ്തുതിക്കൂ, സ്നാനപ്പെടൂ, അഭിഷേകം പ്രാപിക്കൂ, പ്രാർത്ഥിക്കൂ, അപ്പം നുറുക്കും, ഒക്കെ നല്ലത് തന്നെയാ. അപ്പസ്തോലിക ഉപദേശം ഉണ്ടോ അവിടെ? അപ്പസ്തോലിക ഉപദേശം ഉണ്ടോ? അപ്പസ്തോലിക ഉപദേശമാ ക്രിസ്തുവിന്റെ ഉപദേശം. ക്രിസ്തുവിന്റെ ഉപദേശമാ ക്രിസ്തുവിനെ അയച്ച പിതാവിന്റെ ഉപദേശം. ഹല്ലേലൂയ. ഇത് പൗലോസ്, ഇനി ഫിലിപ്പോസ് എങ്ങനെയാണ് ഈ അപ്പസ്തോലിക ഉപദേശം പറഞ്ഞെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 5-ാം വാക്യം. 8:5. അപ്പോസ്തലപ്രവൃത്തി 8:5 വായിച്ചേ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ആരെ പ്രസംഗിച്ചോ? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോ ഉടനെ അനിത് മുറിച്ചെടുക്കും, അയില മുറിച്ചെടുത്ത പോലെ മുറിച്ചെടുക്കും. ക്രിസ്തുവിനെ പ്രസംഗിച്ച ഫിലിപ്പോസ്, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഓക്കെ, കൊള്ളാം. പക്ഷെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ക്രിസ്തു പ്രസംഗിച്ച സന്ദേശം ഇല്ലാതെയല്ല. അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത് എങ്ങനെയാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണോ പ്രസംഗിച്ചത് അതേപോലെ തന്നെയാ പ്രസംഗിച്ചേ. ആദ്യം ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിച്ചു, അതിനുശേഷം ക്രിസ്തുവിനെ അറിയിച്ചു. 8:12 വായിച്ചു. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ ശ്രദ്ധിച്ചേ. അപ്പോ ഫിലിപ്പോസ് എങ്ങനെ സുവിശേഷം അറിയിച്ചേ? യേശുക്രിസ്തു പറഞ്ഞ ദൈവരാജ്യം ആദ്യം അറിയിച്ചു. ഇതാണ് ശിഷ്യന്മാരോട് പറഞ്ഞ, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഹോഷിപ്പേ, ദൈവം നിങ്ങളോട് പാർക്കാൻ വരുന്നു എന്ന് നിങ്ങൾ അറിയിക്കുക. മക്കളെ, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ഒരുങ്ങണം. ഇനി സ്വന്തം രാജ്യത്ത് നിന്നാ പോരാ, ഇനി സ്വന്തം രാജ്യത്തെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗീയ പിതാവിന്റെ അടുക്കലെത്തണം. ദൈവരാജ്യത്തിൽ സ്വന്തം രാജ്യങ്ങളില്ല. ഇന്ത്യയിൽ പാകിസ്ഥാൻ ഇല്ലാത്ത പോലെ. ഇന്ത്യയിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചാൽ ഒരു കൊടി ഉയർത്തി പാകിസ്ഥാന്റെ കൊടി പ്രഖ്യാപിച്ച് എന്നെ സംഭവിക്കും? റിപ്പബ്ലിക് ഡേയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേയിൽ വന്നിട്ട് ഒരു 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 അടക്കാമരം വെട്ടി താത്തി പാകിസ്ഥാന്റെ കൊടി ഉയർത്തി ഞങ്ങൾ പാകിസ്ഥാൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഇരിക്കും? ഉടനെ സാധാരണ അടിച്ചുകൊണ്ട് വണ്ടികൾ വരും, ഇവനെ തൂക്കിയെടുത്ത് അകത്തണം. പിന്നെ അവൻ കാണത്തില്ല, വെളി കാണത്തില്ല, അല്ലേ? ദൈവരാജ്യത്തിൽ സ്വന്തം രാജ്യം പ്രഖ്യാപിച്ചാലുള്ള അവസ്ഥ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭ പറയുന്നത് പോലെ തൂക്കിയെടുത്ത് കർത്താവ് കളയും. ഇവിടെയൊന്നും നമ്മൾ പറയണ്ട, എല്ലാ സ്വർഗീയ പിതാവ് പറയും. അത് മാത്രമേ ക്രിസ്തു പറയുന്നുള്ളൂ. ഇതാ ക്രിസ്തു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം പറയുന്നത് എൻ്റെ പിതാവ്, അത് ഞാൻ ആവർത്തിക്കുന്നേ ഉള്ളൂ. അപ്പൊ നീ കയറി സ്വന്തമായിട്ട് പറയുന്നു, ഇത് ദൈവരാജ്യമാ. ദൈവരാജ്യത്തിൽ അപ്പനാണ് തല. ആ തല പറയും അവയവങ്ങളാകുന്ന ശരീരമാണ് ഞാൻ അനുസരിക്കും, എൻ്റെ ശരീരത്തിലെ അവയവമായ നീയോ അതനുസരിക്കണം. ഇതാ യേശു പറയണേ. ദൈവരാജ്യത്തിൽ സ്വന്തം രാജ്യങ്ങളിലെല്ലാം പുറത്തു പോകും. എപ്പോഴാ ആദം ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു പോയേ? എപ്പോ സ്വന്തം രാജ്യം പ്രഖ്യാപിച്ചോ ആദം സ്വന്തം ഇഷ്ടം ചെയ്തു, ഭാര്യയും കൂടി ചേർന്ന് കൂട്ടായ്മയായി പുറത്തു പോയില്ലേ? ദൈവരാജ്യത്തിൽ സ്വന്തം രാജ്യമില്ല മക്കളെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളാം. ഇതാ ഫിലിപ്പോസ് എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്തത്? മുമ്പേ ദൈവരാജ്യം പ്രസംഗിച്ചു, തുടർന്ന് ക്രിസ്തുവിനെ അറിയിച്ചു. അതിന്റെ ക്രിസ്തു പറഞ്ഞ സുവിശേഷം ഇല്ലാതെയല്ല, നമ്മൾ വളരെ തെറ്റിപ്പോയി.
തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെ കുറിച്ചും അറിയാത്തത് കൊണ്ട് നമ്മൾ വളരെ തെറ്റിപ്പോയി. കള്ള പ്രവാചകന്മാർ സഭയിൽ കയറി നിരങ്ങുകയാ. ഓരോ സ്ഥലത്തും കയറി ബൈബിൾ ക്ലാസ് എടുത്ത് ജനത്തെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. അവര് ജനത്തിനോ അവരെ മതി. കാരണം അവിടെ വില കൊടുക്കണ്ടല്ലോ, ചുമ്മാ കൂടിയിരുന്ന് ചുമ്മാ കേട്ടാൽ മതിയല്ലോ. തത്വവചനങ്ങൾ എല്ലാം ഉണ്ട്, രക്ഷയുണ്ട്, സ്നാനമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, കാത്തിരിപ്പ്. അപ്പസ്തോലിക ഉപദേശം ചുമ്മാ പേരുമുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം നിറുക്കലുണ്ട്, പ്രാർത്ഥന യോഗമുണ്ട്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരോ ദൈവരാജ്യം ഇല്ല. അപ്പസ്തോലിക ഉപദേശം എന്ന പേരെയുള്ള അപ്പസ്തോലന്മാരുടെ ഉപദേശം ക്രിസ്തു കൽപ്പിച്ചത്, ക്രിസ്തുവിനോട് പിതാവ് കൽപ്പിച്ചത് കൊടുത്തതില്ല. അത് ബൈബിൾ കോളേജിലെ സിലബസിലും ഇല്ല. പിശാചിന്റെ ജയമേ. ഹല്ലേലൂയ. സത്യം പറയുന്നതിന് എല്ലാവരും എടുത്ത് കല്ലെറിയും. എന്നാ കാര്യം? അവരിവിടുന്ന് ജഡ ഉപേക്ഷിച്ച് അവരവരുടെ അപ്പൻ്റെ വീട്ടിൽ പോകും. അവർക്ക് ചെയ്യേണ്ട ജോലിയുടെ എല്ലാ പ്രതിഫലവും അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ആർക്ക് പോയി? ജനത്തിന് പോയി. ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന്, ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ മുഴുവൻ പറഞ്ഞത് ദൈവരാജ്യമാണ്. ഇനി മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം 40 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അതായത് 3.5 വർഷം പറഞ്ഞത് മുഴുവൻ ഒറ്റ സിലബസാ. തൻ്റെ അപ്പൻ നിങ്ങളുടെ പാർക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലോ. ലൂക്കോസ് 16 വാക്യം വരുമ്പോൾ അതിനു മുമ്പ് ന്യായപ്രമാണത്തിന്റെ കാലമായിരുന്നു. പക്ഷെ അന്ന് മുതൽ പറയുന്നു, അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വന്നു. അന്ന് മുതൽ തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ കാണാനില്ല. ചുമ്മാ പേരിന് ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ ദൈവരാജ്യം പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ചില ദേവദാസന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ മാലപ്പടക്കത്തിന്റെ ഇടയിൽ ഗുണ്ടുപൊട്ടുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. എന്തത്? കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വികസനത്തിനായി. എന്നാ വികസന? രാജ്യത്തിന്റെ സുവിശേഷം ജഡമണ്ഡലത്തിലല്ല, ആത്മമണ്ഡലത്തിലാ. രാജ്യത്തിന്റെ സുവിശേഷം നിന്റെ ശരീരത്തിന്റെ പുറത്തല്ല, അത് നിന്റെ ഉള്ളിലാ, നിന്റെ ആത്മാവിലാ, നിന്റെ ഹൃദയത്തിലാ. ദൈവരാജ്യം കാണുന്ന രാജ്യമല്ല, അത് കാണാത്ത രാജ്യമാ. അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലാ, ഹൃദയത്തിലാ. ബേസിക് പോലും അറിയത്തില്ല. പിശാച് ഒക്കത്തിനെയും കുരുടന്മാരാക്കി. ഹല്ലേലൂയ. ആ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ലൂക്കോസ് 16 പറയുന്നേ, എന്റെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ തല തിരിച്ചിട്ട് ഇത് സത്യം ഒരുവൻ അറിയിക്കുമ്പോൾ അവനെടുത്ത് കല്ലെറിയുന്ന അന്നത്തെ സഭയുടെ നേച്ചർ. യേശുവിനെ കല്ലെറിഞ്ഞതുപോലെ, യേശുവിനെ ക്രൂശിച്ചതുപോലെ, പൗലോസിനെ, സ്തീഫാനോസിനെ ഒക്കെ കല്ലെറിഞ്ഞതുപോലെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബൈബിൾ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കല്ലേ. ഈ പറഞ്ഞതുപോലെ, ഞാൻ പറയുന്ന പോലെ ദേവദാസന്മാർ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങളെ അല്ല വിശ്വസിക്കേണ്ട, വിശുദ്ധ ബൈബിൾ. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. എന്തെങ്കിലും ബൈബിൾ അടിസ്ഥാനത്തിലല്ല പറഞ്ഞതെങ്കിലും വിശുദ്ധ ബൈബിളിന്റെ വചനവുമായി വന്ന് ഞങ്ങളെയും കറക്റ്റ് ചെയ്യേ. ധൈര്യമായിട്ട് ജനത്തോട് ഇത് പറയാന്നേ. എന്തുകൊണ്ടാ പറയാത്തേ? പറയേ. ഞാൻ ശ്രദ്ധിച്ചേ, ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ, സ്നാപയോഹന്നാൻ വരെ ആയിരുന്നു. അതോടുകൂടി തീർന്നു. അന്നു മുതൽ കാലം മാറി. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു, ദൈവരാജ്യം സുവിശേഷമായി അറിയിക്കുന്നു. എന്തായി ദൈവരാജ്യം? പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്ത സന്ദേശം. അതെന്താണ് ആ സന്ദേശം? ദൈവം നമ്മോട് കൂടെ പാർക്കാൻ വരുന്നു, അതിനുള്ള കാലം തികഞ്ഞു. ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഇതാണ് ക്രിസ്തു പറഞ്ഞ, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഓഷിപ്പേ. ദൈവം നിങ്ങളോട് പാർക്കാൻ വരുന്നു എന്ന് ഓഷിപ്പേ. ബൈബിളിൽ തീർന്ന എങ്ങനെയാ? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് പാർക്കുന്നു. ഫിനിഷ്. ഒരു ദൈവ കുടുംബമായി അവർ മാറും. മാനവ കുടുംബത്തിൽ നിന്ന് പുതിയ മനുഷ്യരായ ദൈവപുത്രന്മാരുടെ കുടുംബമായി മാറുകയായി. ദൈവത്തിന്റെ കുടുംബം. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. ഈ ദൈവത്തിന്റെ ഇഷ്ടം മറച്ചു വെച്ചിട്ട് ഇതാ നമ്മളോട് പറയുന്നത്, സഭയിലുള്ള വ്യക്തികളെ നിങ്ങൾ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയേ. അപ്പൻ എന്താണ് മകനോട് പറഞ്ഞു ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ പറയാൻ? അത് തിരിച്ചറിയ. ദൈവ ഇഷ്ടം എന്താ? ദൈവ ഇഷ്ടം നമ്മൾ ദൈവത്തിന്റെ മക്കളായി, നമ്മൾ ഒരു ദൈവ കുടുംബമായി, ദൈവവും നമ്മൾ ഒരുമിച്ച് വസിക്കുന്നതാണ് ദൈവ ഇഷ്ടം.
ഇതാണ് യേശയ്യ 53:10. യേശയ്യ 53:10 ഇതാ വളരെ വ്യക്തതയോടെ പറയുകയാണ് എന്താണ് ദൈവ ഇഷ്ടം. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ ജനറേഷനെ കാണണം, തൻ്റെ തലമുറയെ കാണണം. ഇതാ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങളിത് വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണത്. ദൈവ ഇഷ്ടം എന്നാ തിരിച്ചറിയണം. മത്തായി 7:21 ഈ സന്ദേശത്തിന്റെ തുടക്കത്തിൽ യേശു ക്രിസ്തു യേശുവിനെ കർത്താവ് അംഗീകരിച്ചവരൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്ദിര സിസ്റ്ററെ, എന്താണ് ഇന്ദിരാമ്മച്ചി, എന്താ അവരെ സ്വർഗ്ഗരാജ്യത്തിൽ കയറ്റാഞ്ഞേ? മത്തായി 7:21 യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ഇവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്, ഇന്നത് ചെയ്തവരെ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ. എന്താ ഇന്നതെന്ന് പറഞ്ഞ എന്ത് സാധനമാണ്? ഞാൻ ചെവിക്ക് പിടിക്കും. പ്രായം മൂത്താണെന്ന് ഞാൻ ഓർക്കത്തൊന്നുമില്ല. എൻ്റെ ദൈവം ഏൽപ്പിച്ച എല്ലാവരും ദൈവരാജ്യത്തിൽ എത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. എന്താ അത്? സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള വിസ എന്താണെന്ന് യേശു പറഞ്ഞത് ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. മത്തായി 7:21 പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന അവനും അല്ല. അതിന്റെ അർത്ഥം കർത്താവ് എന്ന് പറയണ്ടെന്നല്ല, പറഞ്ഞോ അതിലൂടെ നീ രക്ഷപ്പെടുന്നേ. പക്ഷെ അതുകൊണ്ട് നീ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ആ പിതാവിന്റെ ഇഷ്ടമാണ് നമ്മൾ അറിയേണ്ടത്. ഈ പിതാവിന്റെ ഇഷ്ടമാണ് യേശുക്രിസ്തു പറഞ്ഞ ഉപദേശം. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഇഷ്ടം അറിയണം. ദൈവം നമ്മളോട് താമസിക്കാൻ വരുന്നു. പക്ഷെ ദൈവത്തോടെ താമസിക്കണമെങ്കിൽ നിനക്ക് എന്നാ വേണോ? നീ നിന്റെ ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നീ ഒരു ദൈവപുത്രനായിട്ട് വെളിപ്പെടുകയുള്ളൂ. ദൈവം ഇനി ജീവിക്കാൻ പോകുന്നത് ഈ വീണുപോയ മനുഷ്യരോട് കൂടെയല്ല. ജഡരക്തങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ആ പുതിയ സൃഷ്ടികളോട് കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. അവരാണ് ദൈവപുത്രന്മാർ. ഇത് തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയണം. സഭയോട് പറയുന്നത് ഇന്നലെ കേട്ടില്ലേ? എഫേസ്യർ 5:17 സഭയോട് പറയുന്നൊരു കാര്യം. സഭയോട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവരാണ് സഭയിലുള്ളവർ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. അവരോട് പറയുകയാണ്, ഇതാ നീ ബുദ്ധിഹീനനാകരുത്. ബുദ്ധിഹീനനാകാതെ ദൈവ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയേ. ദൈവത്തിന്റെ ഇഷ്ടം വായിക്കേ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇത് കണ്ടോ? രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരോട് പറയുന്നത് അവർക്ക് ബുദ്ധിഹീനരാകാം. എപ്പോ? ജഡത്തിലേക്ക് തിരിഞ്ഞാൽ ബുദ്ധിഹീനരായി. ആത്മാവിലേക്ക് തിരിയണം. ഇനി നീ ആത്മാവിനെ കേൾക്കാൻ തുടങ്ങണം. നീ വളരണം. പക്ഷെ ഇത് എവിടെ വളരുന്നു? 3 പാട്ട് ആണുങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥിക്കുന്നു, പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥിക്കുന്നു, സങ്കീർത്തന വായന, കമ്മിറ്റി മീറ്റിംഗ്, വീട്ടിൽ പോവാം. ഇതൊക്കെ നല്ലത് തന്നെ മക്കളെ. പക്ഷേ നിങ്ങൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറുന്നില്ല എങ്കിൽ എന്ത് കാര്യം? നിങ്ങൾ മരിക്കും നിശ്ചയം. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ പ്രത്യാശ വെച്ച് സ്തുതി ആരാധന നിങ്ങൾ സകല മനുഷ്യരിലും ജഡീകന്മാരാ, അരിഷ്ടരാ. ഇവിടെ പറയാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളൂ. ആര്? രക്ഷിക്കപ്പെട്ട സഭയിലുള്ളവൻ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച സഭയിലുള്ളവൻ. ഇതാ കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അല്ല സ്വർഗ്ഗരാജ്യത്തിൽ. കർത്താവേ കർത്താവേ എന്ന് പറയുമ്പോൾ നീ സൗജന്യമായി രക്ഷിക്കപ്പെട്ടു. സ്വർഗ്ഗരാജ്യം സൗജന്യമല്ല, രക്ഷ സൗജന്യമാണ്. സ്വർഗ്ഗരാജ്യം ഞാൻ നിങ്ങൾ അവകാശമാക്കണം. ഇത് മനുഷ്യർക്ക് അറിയില്ല. വൺ സൈഡ് ഓൾവേസ് സൈഡും പറഞ്ഞ് നടക്കുക നല്ലൊരു പങ്കും. ഒന്നും ചെയ്യണ്ടല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, എടുക്കുവാതിലൂടെ കിടക്കാൻ പോരാടണമെന്ന്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ വഴി ജീവനിലേക്കുള്ള വഴി കണ്ടെന്ന ചുരുക്കമാ. കടക്കണമെങ്കിൽ പോരാടണം. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും ഈസി വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആർക്ക് പോയി? നമുക്ക് പോയി. കർത്താവിന്റെ വചനം പറഞ്ഞു, ഈസി വഴി അത് നാശത്തിലേക്കാണ്. അതിലൂടെ കിടക്കുന്നവർ അനേകരുവാ. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ ഏറ്റെടുത്തില്ല എങ്കിൽ അപകടമാണ്. ശ്രദ്ധിക്കുക പ്രിയ കുഞ്ഞുങ്ങളെ. ഈ ദൈവ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ കുടുംബമാണ്, ദൈവത്തിന്റെ മക്കളെയാണ്. ഒരിക്കലൊരു ദേവദാസൻ മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. മരിച്ച ഒരു ദേവദാസൻ തൻ്റെ ദർശനത്തിൽ ക്രിസ്തുവിനെ കാണുകയാണ്. ആ ക്രിസ്തുവിനെ കണ്ടപ്പോൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലൊരു ചോദ്യം ഇതാണ്. ഒരു കൗതുകമായിട്ട് അദ്ദേഹം ചോദിച്ചത്, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും പുസ്തകങ്ങളുണ്ടല്ലോ, 66 പുസ്തകങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു. ഉടനെ യേശുക്രിസ്തു ഒരു ചിരിയോടെ അദ്ദേഹത്തോട് പറഞ്ഞ്, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം. യേശു ചേർത്ത് പറഞ്ഞു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം യേശയ്യാ 53. യേശു വീണ്ടും ചേർത്ത് പറഞ്ഞു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം യേശയ്യാ 53:10. എന്താണെന്നറിയോ? 53:10 ദൈവ ഇഷ്ടം. സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള വിസയാണ് കിടക്കുന്നത്.
എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യാവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കൂ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന ക്രിസ്തു പറയുന്ന ആ ദൈവ ഇഷ്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശയ്യാ 53:10. അപ്പൊ നമുക്ക് അറിയണ്ടേ ആ ഇഷ്ടം എന്നാന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം, ദൈവമക്കളെ കാണണം, ദൈവ ജനറേഷനെ കാണണം, തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ കാണണം. ഹല്ലേലൂയ. മനുഷ്യവംശം ദൈവവംശമായി മാറുന്നു, ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറുക, ജഡരൂപികൾ ആത്മരൂപികളിലേക്ക് മാറുക. കാൺമേ എത്ര ചെറിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, നാം മനുഷ്യ മക്കളെന്ന് വിളിക്കപ്പെടാൻ. ഒരു വചനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് ചെറിയ സ്നേഹമല്ല, മനുഷ്യ മക്കളെന്ന് വിളിക്കപ്പെടാൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആർക്ക്? മനുഷ്യ മക്കൾക്ക്. ഹല്ലേലൂയ. യേശയ്യാ 53:10 നമുക്ക് കിടക്കാം. യേശയ്യാ 53:10 ദൈവ ഇഷ്ടം. അത് ഫോക്കസ് ചെയ്യണം. സത്യസഭകൾ അതിനെയായിരിക്കും ഫോക്കസ് ചെയ്യുക. ദൈവ ഇഷ്ടത്തെ ഫോക്കസ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ദൈവ ഇഷ്ടത്തിലാണ് അവർ ജീവിക്കുന്നത്, ക്രിസ്തുവിലാണ് അവർ ജീവിക്കുന്നത്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവ ഇഷ്ടത്തെ ഫോക്കസ് ചെയ്താണ് ക്രിസ്തു ജീവിച്ചത്. ദൈവ ഇഷ്ടത്തെ ഫോക്കസ് ചെയ്ത് താൻ വന്നത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. അവന്റെ ഇഷ്ടം ചെയ്ത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതാണ് തന്റെ ആഹാരമെന്ന യേശു ക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമേ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ ദൈവ ഇഷ്ടമാണ് നമ്മളും ചെയ്യണ്ടേ. ആ ദൈവ ഇഷ്ടം എന്താണ്? ഇതാ അവർ എഴുതിയിരിക്കുകയാണ്. യേശയ്യാ 53:10 വായിച്ചേ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കും. ഇതാണ് വിസ. യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം. ഇതല്ലേ കർത്താവായ യേശു ആ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ നിന്ന് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനും അല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്ത ആ പിതാവിന്റെ ഇഷ്ടമല്ലേ കിടക്കണേ? യഹോവയുടെ ഇഷ്ടം. ഹല്ലേലൂയ. എന്താ യഹോവയുടെ ഇഷ്ടം? ക്രിസ്തുവിലൂടെ സന്തതിയെ കാണണം. ആർക്ക്? അലക്സിന് സന്തതിയെ കാണാനല്ല, ചാക്കോത്തിന് സന്തതിയെ കാണാനല്ല, ദൈവത്തിന് തന്റെ സന്തതിയെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ഒരു ഭർത്താവ് ഭാര്യയിലൂടെ സന്തതിയെ കാണുന്നത് പോലെ ദൈവ കുടുംബത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഹല്ലേലൂയ. ഷാജി ജോസഫ് ദുരുപദേശം പറഞ്ഞു. ദൈവ കുടുംബത്തിൽ, ആത്മകുടുംബത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല. എല്ലാം അപ്പനും മക്കളും ദൈവപുത്രന്മാരേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രന്മാരെ ജനിപ്പിക്കുന്നത് ഒരു സ്ത്രീയിലൂടെയല്ല, തൻ്റെ പുത്രനിലൂടെ തന്നെയാണ്. ഭൗതിക കുടുംബത്തിൽ പുരുഷനും സ്ത്രീയും എന്നുള്ള ഈ ഭൂമിയിലെ താൽക്കാലിക കുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്നത് പുരുഷനിൽ ദൈവം വെച്ച ബീജം ഒരു സ്ത്രീക്ക് കൊടുത്ത്, സ്ത്രീ മുഖാന്തരം 40 ആഴ്ചകൾ കൊണ്ട് അതൊരു ഭ്രൂണമായി വളർന്നൊരു കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി പുരുഷൻ സ്ത്രീ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ദൈവ കുടുംബത്തിൽ അങ്ങനെയല്ല. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. വേറെ ആരും പറഞ്ഞിട്ടില്ല, ഷാജി ജോസഫ് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ദുരുപദേശം. ഞങ്ങളുടെ പാസ്റ്റർമാർ, ഞങ്ങളുടെ അച്ഛന്മാർ ആരും ഇത് പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ എടുക്കണേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഹല്ലേലൂയ. പക്ഷെ ബൈബിൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബൈബിൾ നോക്കി ഓർമ്മിക്കാം. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിലൂടെ ദൈവപുത്രന്മാരായി നിങ്ങൾ ജനിക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് മെച്യൂരിറ്റി വന്നാൽ നിങ്ങൾക്കും മക്കളെ ജനിപ്പിക്കാം. നിങ്ങൾക്കും മക്കളെ ജനിപ്പിക്കാം. പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ സുവിശേഷത്തിലൂടെ അവർ വീണ്ടും മക്കളെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് തുടർന്ന് പറയുന്നു, ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ്. എന്തിലൂടെ? പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല, ജഡിക വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ സുവിശേഷത്തിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഗുരുക്കന്മാർ ധാരാളമുണ്ട്, പക്ഷെ പിതാക്കന്മാർ അധികമില്ല. ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ച പിതാവ്. കൊരിന്ത്യരോട് പറയുക, എൻ്റെ പ്രിയ കുഞ്ഞിൽ ഇത് ആത്മകുടുംബം, മറ്റേ ജഡി കുടുംബമാണ്. സ്ത്രീയും പുരുഷനും അധിക ആളുകളില്ല. ഇവിടം കൊണ്ട് മനുഷ്യ സ്ത്രീ വീണുപോയൊരു തീരും. പിന്നെ എല്ലാം ദൈവപുത്രന്മാരാ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സുകളിൽ. ഇതൊന്നും അറിയാതെ, തിരുവെഴുത്തുകളെയോ ദൈവശക്തിയെ കുറിച്ച് അറിയാതെ എന്തെങ്കിലുമൊക്കെ ജഡികമായി മനസ്സിലാക്കുന്നത് മാത്രം വിളിച്ചു പറഞ്ഞ് നശിക്കാൻ പിറന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സ്വാഭാവിക ബുദ്ധിയാൽ മനസ്സിലാകുന്നത് മാത്രം പറയും, ബാക്കി എല്ലാത്തിനും കയറി അങ്ങ് ദുഷിക്കും. നശിക്കാൻ പിറന്നവർ. ആത്മമണ്ഡലത്തെക്കുറിച്ച് അറിയണം, ദൈവ കുടുംബത്തെക്കുറിച്ച് അറിയണം, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയണം. ദൈവരാജ്യമാണ് ദൈവ കുടുംബം.
അപ്പൊ ഇവിടെ പറയുകയാണ് ക്രിസ്തുവിലൂടെ ദൈവത്തിന് സന്തതിയെ കാണണം. ഹിന്ദി ബൈബിളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഹിന്ദിയും കാണാം. അവർ എഴുതി വെച്ചാൽ എന്നറിയാമോ? തബ് വഹ് അപ്നാ വംശ ദേഖന പായേഗ. ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. ഓ ലോർഡ്, ഐ ലവ് യു. ദൈവത്തിന്, എനിക്ക് ഹിന്ദി അറിയാവുന്നവർ അതിന്റെ ഹിന്ദി കൂടി അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി, കുറച്ചുകൂടി ക്ലിയറാ. ദൈവത്തിന് സന്തതിയെ കാണണമെന്നല്ല അവിടെ ചോദിക്കണം, തന്റെ വംശത്തെ, തന്റെ ഓഫ് സ്പ്രിങ്, തന്റെ ജനറേഷനെ കാണണം. ഹല്ലേലൂയ. ഇവരെഴുതിയിരിക്കുകയാണ് ഹല്ലേലൂയ, ദാ തബ് വഹ് അപ്നാ വംശ ദേഖന പായേഗ. ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. തന്റെ വംശം പറഞ്ഞ ദൈവത്തിന്റെ വംശം. ഒന്ന് പറഞ്ഞ വാതുറന്ന് പറഞ്ഞ ദൈവത്തിന്റെ വംശം. അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ ആരാ? മനുഷ്യന്റെ വംശം. മനുഷ്യവംശത്തിലുള്ള ജഡരൂപികളായ നമ്മളിൽ നിന്ന് ദൈവത്തിന് ആരെ കാണണോ? ആത്മരൂപികളെ കാണണം. നമ്മൾ മൊത്തം ഇരുട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എന്നറിയാമോ? ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇച്ചിരി സമയമെടുക്കും മനസ്സിലാകാൻ. ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഒരു ഗോതമ്പണിയുടെ അകത്തുനിന്ന് ജീവൻ വെളിയിലേക്ക് പൊട്ടി വരുന്നത് പോലെ മരണത്തിൽ നിന്ന് ഇതാ ജീവൻ വെളിയിലേക്ക് ഇറങ്ങണം. അതിന് ഇത്തിരി പ്രോസസ് ഉണ്ട്. ഗോതമ്പണി നേരത്തെ വേണ്ടി ചാകണം, എങ്കിലേ പുറത്തേക്ക് ഇറങ്ങാം. ഹല്ലേലൂയ. ഉൽപ്പത്തിയിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. മൊത്തം ഇരുട്ട്. ഭൂമി പാഴ് ശൂന്യമായിരിക്കുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. മൊത്തം ഇരുട്ട്. ദൈവത്തിന്റെ ഒരു ആഗ്രഹം, ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. വെളിച്ചം ഉണ്ടാകട്ടെ. അവിടുന്ന് വെളിച്ചം കയറി വരികയാണ്. ഇത് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇരുളിൽ നിന്ന്, അതൊക്കെ നിഴലാ. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ദൈവം വ്യവസ്ഥ വെച്ചിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഇതാ നമ്മളെല്ലാം വീണുപോയി, പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, മരണത്തിന് കീഴിൽ പോയി. ഈ നമ്മളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതാ സ്വർഗത്തിലെ ദൈവപുത്രനെ വെളിപ്പെടുത്തും. സർവ്വ സൃഷ്ടികൾ ഈറ്റുതോടെ കാത്തിരിക്കുകയാണ് മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്മാർ വെളിപ്പെടാൻ. ഇരുളിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം വെളിപ്പെടാൻ ദൈവം കാത്തിരിക്കണം. നിങ്ങളായി ലോകത്തിന്റെ വെളിച്ചം. ഹല്ലേലൂയ. ലോകം മൊത്തം ഇരുട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, തബ് വഹ് അപ്നാ വംശ ദേഖന പായേഗ. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് കാണിച്ചു തരാം. പല വംശങ്ങളുണ്ട്. പക്ഷിയുടെ വംശമുണ്ട്, മൃഗത്തിന്റെ വംശമുണ്ട്, മത്സ്യത്തിന്റെ വംശമുണ്ട്, മനുഷ്യന്റെ വംശമുണ്ട്. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണും. ഇതാ ദൈവ ഇഷ്ടം. ഇതാ യേശു ക്രിസ്തു പറയുന്നത്, ഞാന് ദൈവം എനിക്ക് തന്ന മക്കളും. കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ പിതാവാ, നിത്യപിതാവ്. മരണമില്ലാത്ത പിതാവിനെ നിത്യപിതാവ് എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ പിതാക്കന്മാരും മക്കളെ ജനിപ്പിച്ച പിതാവാ. പക്ഷേ ഒരെണ്ണത്തിനും നിത്യജീവനില്ല, മരണം എല്ലാത്തിനും. പക്ഷെ യേശുവിന് അങ്ങനെയല്ല. ഞാൻ മരിച്ചു, ഇതാ എന്നേക്കും ജീവിക്കുന്നു. യേശു നമ്മുടെ നിത്യപിതാവാ. ഇതാണ് യേശു പറയുന്നത്, ഇതാ നിങ്ങളുടെ പിതാവ്. എങ്ങനെ? യേശുക്രിസ്തു പറയാ, ഇതാ ഞാൻ ദൈവം എനിക്ക് തന്ന മക്കളും. യേശുക്രിസ്തു നമ്മുടെ സഹോദരനായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമ്മളുടെ നിത്യപിതാവാ. ഹല്ലേലൂയ. Oh Father, we thank you. ഹെബ്രായ ലേഖനം 2:12-13 വാക്യങ്ങൾ വായിച്ച 11, 12, 13 വരെ വായിച്ചു. 3 വായിച്ചു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. യേശു നമ്മളെ എന്തെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ലെന്ന് അറിയാമോ? പറയാം. സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. വേറെ പേരെന്താ? ദുരൈ അല്ലേ? ദുരൈരാജിനെ യേശു സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഈ ക്ലാസ്സിലല്ല, ഇത് മനുഷ്യ ക്ലാസ്സാ വീണു പോകുന്നത്. ദൈവപുത്രനായ ആ ദുരൈ അതിന് സഹോദരൻ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. താഴേക്ക് അതിന്റെ കാരണം എന്നാന്ന് എഴുതിയിട്ടുണ്ട്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഏത് ഹേതുവായി? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും അപ്പൻ ഒരാളായതുകൊണ്ട്, ദുരൈക്കും ക്രിസ്തുവിനും അപ്പൻ ഒരാളായതുകൊണ്ട്, സ്വർഗസ്ഥ പിതാവായതുകൊണ്ട് യേശു ക്രിസ്തു ദുരയെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വേറെ മനസ്സിലായോ? അപ്പൻ ഒന്നാണെന്ന് രണ്ടുപേരുടെയും, ക്രിസ്തുവിന്റെയും തന്റെ അപ്പൻ സ്വർഗസ്ഥ പിതാവാണ്. അതുകൊണ്ട് സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ലെന്ന്. വേറെ മനസ്സിലായോ? ഹല്ലേലൂയ. താഴേക്ക്. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. നമ്മളെ വിളിക്കുന്നത് ശ്രീജയ്ക്ക് മനസ്സിലായോ? ഈ ആയുസിൽ മാത്രമേ ലേഡി ആയിട്ട് സ്ത്രീ ആയിട്ട് ഇരിക്കാൻ പറ്റൂ. ഇത് കഴിഞ്ഞാൽ ഈ ജഡം പോയാൽ ദൈവപുത്രനാ.
മനസ്സിലായോ? അവിടെ സ്ത്രീ പുരുഷ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വിവാഹം കഴിക്കലും കൊടുക്കലും പരിപാടിയൊന്നുമില്ല. എല്ലാവരും ദൈവപുത്രന്മാരാ. ഈ ആയുസിൽ നിന്ന് ആ ആയുസിലേക്ക് കയറിയാൽ യോഗ്യതയുള്ളവർ അവർ ഇനി മരിക്കുന്നില്ല. അവർ ദൈവദൂത തുല്യരും. അവരുടെ പേരിന് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരുമാ. അതാണ് പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു വേറൊരു ഭാഗത്ത് പറഞ്ഞൊരു കാര്യം ഈ പറഞ്ഞേ, അവർ ദൈവദൂത തുല്യർ, അവർ ജഡരൂപികളല്ല, ആത്മരൂപികൾ. അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാവിനെ കേൾക്കണമെന്ന്. ഹല്ലേലൂയ. യേശു പറയാണ്, യേശു അവരെ സഹോദരന്മാർ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. എന്നിട്ട് പിതാവിനോട് പറയാ, ഞാൻ എൻ്റെ സഹോദരന്മാരോട് നിന്റെ കാര്യത്തെക്കുറിച്ച് പറയും, നിന്നെ കുറിച്ച് ഞാൻ കീർത്തിക്കുന്നു. വായിക്കേ. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഇതൊക്കെ യേശു പറയുന്ന കാര്യമാണ്. ഇതാ ഞാനും എൻ്റെ അപ്പൻ എനിക്ക് തന്ന മക്കൾ. അപ്പൊ സഹോദരനായിരിക്കുമ്പോൾ തന്നെ യേശു നമ്മുടെ അപ്പനും കൂടിയാ. മനസ്സിലാവുന്നുണ്ടോ? യേശു കാൽവരി ക്രൂശിൽ സ്വർഗ്ഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെയാണ് നമ്മളെ ജനിപ്പിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും നമ്മളെ പുതിയതായി സൃഷ്ടിച്ച് തുടർന്നാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി. ഇതൊക്കെ ആത്മീയ മർമ്മങ്ങൾ. ഇതൊന്നും അറിയാതെ ഇതൊക്കെ സഭയിലോട് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇത് അറിയിച്ചു തരുമ്പോൾ ദുരുപദേശം എന്ന് പറഞ്ഞാൽ അന്ന് യേശുവിനെ ക്രൂശിച്ചതുപോലെ അന്നത്തെ സഭക്കാർ ഇത് ക്രൂശിക്കാൻ വന്നാൽ എന്താ കാര്യം? യേശു ക്രിസ്തു ഉയർന്ന സ്ഥാനത്തേക്ക് കയറിപ്പോയി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സർവനാമത്തിനും മുകളിലുള്ള നാമം കൊടുത്തു, ഒരു നാമം ഒഴികെ, പിതാവിന്റെ നാമം ഒഴികെ. ബൈബിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു. ഹല്ലേലൂയ. ദൈവം സകലത്തിന് സകലതുമാകേണ്ടതിന് അവൻ ഇതാ ആ അപ്പന് കീഴടങ്ങിയിരിക്കുന്നു. സർവനാമത്തിന് ഒഴികെ എന്ന് പറഞ്ഞാൽ ഇതല്ല തനിക്ക് കീഴടക്കി കൊടുത്തവന്റെ നാമം ഒഴികെ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദൈവിക സത്യം, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് ക്രിസ്തയേശുവിൽ തൻ്റെ ജനറേഷനാ അപ്പന വംശത്തേക്കിനെ പയക. ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ഇതറിയാതെ കുറെ സ്തുതിയും പുകഴ്ചയും അല്ല. ഇതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞു, ഈ ജനനെ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയത്തിൽ നിന്ന് വളരെ അകലെയാ, ഇവരുടെ മാനുഷിക ഉപദേശങ്ങൾ ഇവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, വ്യർത്ഥമായി ആരാധിക്കുന്നു. കർത്താവ് കർത്താവ് എന്ന് പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, പ്രവചിക്കുന്നു. അവർ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. അവസാനം ഞാൻ അവരോട് പറയും, ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവർ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. വ്യർത്ഥമായി വെറുതെ ആരാധിച്ച് നടക്കുന്നു, വെറുതെ സുവിശേഷം അറിയിച്ച് നടക്കുന്നു, സുവിശേഷം ഒന്നും പറഞ്ഞുകൊണ്ട് വ്യർത്ഥമായി. യേശു പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ. യേശു പ്രവാചകന്റെ വാക്ക് യേശു മത്തായി 15 റീകോട്ട് ചെയ്യുകയാണ്. 15:3 വായിച്ചേ. 15:3 മത്തായി 15:3. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട്, മനുഷ്യ സമ്പ്രദായം. ഞങ്ങളുടെ സഭ ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. കൊള്ളാം. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? താഴേക്ക്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. 7-ാം വാക്യം മുതൽ ഇനി വായിച്ചേ. 7-ാം വാക്യം. കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യേശയ്യാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. കപടഭക്തിക്കാരെ, മത്തായി 15:7. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അധരം കൊണ്ട് യേശു നല്ലവേ, യേശു വലിയവേ, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. എങ്ങോട്ടേക്ക് അകന്നിരിക്കുന്നു? മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്. എങ്ങോട്ടേക്ക് ആകുന്നേ? മാനുഷിക കൽപ്പനകൾ ദൈവവചനത്തോട് കൂട്ടുചേർത്ത് മിക്സ് ചെയ്ത് മാനുഷിക കൽപ്പനയോട് ചേർത്ത് അങ്ങ് കച്ചവടം ചെയ്താൽ അത് ഞങ്ങളുടെ സഭയായി. അല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ സഭയാ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭ, അതിനൊരു പേരുണ്ടാകും. വേറൊരാൾ വേറൊന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ സഭ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്നുപോയി, ഞങ്ങളുടെ സഭ, അത് മിക്സ് ചെയ്തിട്ട്. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും കൂടി ഒന്നാണ്, അത് ഞങ്ങളുടെ സഭ. അല്ലല്ല, മൂന്നും കൂടി ഒന്നല്ല, ഒന്ന് മൂന്നായിട്ട് വെളിപ്പെടുന്നതേ ഉള്ളൂ, അത് ഞങ്ങളുടെ സഭ. ഹല്ലേലൂയ. അല്ലല്ല, ശനിയാഴ്ച പള്ളി പോകണം, അത് ഞങ്ങളുടെ സഭ. എല്ലാ ഉപദേശങ്ങളും മിക്സ് ചെയ്ത് എല്ലാം കൂട്ടമായി. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ദൈവിഷ്ടമാണ്. ദൈവം എന്താ ചെയ്യണേ? ദൈവം തൻ്റെ വംശത്തെ ഒരുക്കുക, തൻ്റെ കുടുംബത്തെ ഒരുക്കുക, മരണമില്ലാത്ത ദൈവപുത്രന്മാരെ ക്രിസ്തുവിലൂടെ ഒരുക്കുകയാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. താഴേക്ക് വായിച്ചോ. എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച്. മതി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, വ്യർത്ഥമായി ഭജിക്കുന്ന ആ പദ്ധതികളൊക്കെ പ്രിയ കുഞ്ഞുങ്ങളെ, അത് നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് അടിയാണ്. വ്യർത്ഥമായി. ഹല്ലേലൂയ.
താങ്ക് യു അപ്പ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവം ക്രിസ്തുവിൽ തൻ്റെ വംശത്തെ കാണുവാനായിട്ട് ആഗ്രഹിക്കുക. ഇതാണ് യേശയ്യാ 53:10. ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ദൈവവംശം, ദൈവം മക്കളെ കാണണം. ഈ പാർട്ടി ഈ പുള്ളിക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരുടെ പേരെന്താ? ഈ ജീവിയുടെ പേര് സിംഹം. അപ്പൊ ഇതൊക്കെയോ സിംഹത്തിന്റെ കുഞ്ഞുങ്ങൾ. ഇത് ഏത് വംശമാ? സിംഹത്തിന്റെ വംശ ഇല്ലേ? സിംഹവും തന്റെ കുഞ്ഞുങ്ങളും. ഇതോ ഏത് വംശമാ? പക്ഷി. ഇങ്ങനെ പറന്ന് മാറി ഇങ്ങനെ പോകാറില്ല, ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകും. ദേശാടന പക്ഷികൾ ഗ്രൂപ്പായിട്ട് പോകും. പക്ഷിയും തന്റെ വംശവും. ഇതോ മത്സ്യം, മത്സ്യവും തന്റെ കുഞ്ഞുങ്ങളും, മത്സ്യവംശം. ഒരേ സ്പീഷ്യസാണ്. ഈ പാർട്ടി അറിയോ? ഇതേതാ? മനുഷ്യനും തന്റെ വംശം. ഇതൊക്കെ ഒരു അല്പകാല ജീവികൾ മാത്രമേ ഉള്ളൂ. ഇവരെ കുറച്ച് ദിവസം ജീവിക്കും, പിന്നെ പോവും. മനുഷ്യനും തന്റെ വംശം. ഇതിലാണ് നമ്മൾ പെട്ടായി. ഇതിലെ പ്രശ്നങ്ങൾ മാറാനാണ് ഈ വന്നേക്കണേ. ഇപ്പൊ തീരും, എല്ലാ പ്രശ്നവും ഇവിടെ കൊണ്ട് തീരും. ഇപ്പൊ തന്നെ തീരും. ശ്വാസം തീരുന്നവരുടെ സകല പ്രശ്നവും തീരും, സകല നന്മയും തീരും. ഹല്ലേലൂയ. അപ്പൊ ഈ പക്ഷിക്ക് വംശമുണ്ട്, മത്സ്യത്തിന് വംശമുണ്ട്, മനുഷ്യന് വംശമുണ്ട്. ദൈവത്തിന് മാത്രം എന്തില്ല? വംശം ഇല്ല. പക്ഷെ തനിക്ക് ഒരേ ഒരു മകനുണ്ട്. സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനാണ് ബൈബിൾ പറയണേ. ആ ഏകജാതന്റെ പേരെന്താ? ക്രിസ്തു. ക്രിസ്തു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴാണ് യേശു എന്ന് പേരായേ. ശരീരം ധരിച്ചു വന്നപ്പോൾ അവൻ യേശു എന്ന് പേരിടണം. ദൂതം പറഞ്ഞു കൊടുക്കുക, ക്രിസ്തു സർവപ്രപഞ്ചത്തെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നിൽ നിന്ന് തന്നെ തൻ്റെ മകനെ ദൈവം ഉത്ഭവിപ്പിച്ചു. ഇതാണ് ദൈവത്തിന്റെ വചനം. കൊളോസ്യർ 1:15 പറയുന്നത്, അവൻ സർവ്വ സൃഷ്ടികൾക്കും ആദ്യമായി ജനിച്ചവനാ. ഒരു സൃഷ്ടിയില്ല. അപ്പോ തുടർന്ന് എല്ലാ സൃഷ്ടികളെയും സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ ഉണ്ടാക്കിയത് ക്രിസ്തു മുഖാന്തരമാണ്. ഭാര്യ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്ന പോലെ ക്രിസ്തു മുഖാന്തരം. ഭർത്താവാണ് അവിടെ കാരണഭൂതൻ. ദൈവം ആക്കി വെച്ചേക്കണേ, ഭാര്യ മുഖാന്തരമാണ്. ഇതുപോലെ സ്വർഗസ്ഥ പിതാവാണ് കാരണഭൂതൻ. സൃഷ്ടിപ്പിന് മുഖാന്തരമാണ് ക്രിസ്തു. ക്രിസ്തു മുഖാന്തര സകലത്തെ ജനിപ്പിച്ചു. ഒരേ ഒരു മകനേ ഉള്ളൂ തനിക്ക്. നിങ്ങൾക്ക് ആ ഭാഗം കാണണമെങ്കിൽ ഇതാ സ്വർഗസ്ഥ പിതാവ്, ഗോഡ് ഓൾമൈറ്റി, അത്യുന്നതനായ ദൈവം, സകലത്തിനും കാരണഭൂതൻ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. പിതാവ് സകലത്തിനും കാരണഭൂതൻ. തന്റെ ഒരേ ഒരു മകൻ. കൊളോസ്യർ 1:15 വായിച്ചേ. കൊളോസ്യർ 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരം ആര് സൃഷ്ടിച്ചു? സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം സൃഷ്ടിച്ചു. ഒന്നുകൂടി വായിച്ചേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവ്വ സൃഷ്ടിക്കും ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഇമേജ്. ഏതൊരു മകനും അപ്പന്റെ സാദൃശ്യം. ഏതൊരു മകനും അപ്പന്റെ സാദൃശ്യമാണ്. ഈവൻ ആദ്യത്തെ ഉണ്ടാക്കിയപ്പോഴും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. പക്ഷെ ദൈവത്തിന് വചനം പറഞ്ഞു, ദൈവത്തെക്കാൾ, ആ ക്ലാസ്സിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി ഉണ്ടാക്കി. ഹല്ലേലൂയ. ഗോഡ്സ് ഇമേജ്. അവൻ സർവ്വ സൃഷ്ടികൾക്കും ആദ്യമായി ജനിച്ചവനാണ്. സർവ്വ സൃഷ്ടികൾക്കും ആദ്യമായി ജനിച്ചവൻ. ഒരു സൃഷ്ടിയാന്നില്ല. എല്ലാ സൃഷ്ടികളും ഉണ്ടാക്കുന്നത് ക്രിസ്തു മുഖാന്തരമാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. തുടർന്ന് അതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവെ ജനിപ്പിച്ചു. ഇനി ഈ ക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്നിട്ടാണ് ഈ ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണുന്നത്. ക്രിസ്തുവിലൂടെ തൻ്റെ വംശം, തൻ്റെ എല്ലാവർക്കും, മത്സ്യത്തിന് വംശമുണ്ട്, പക്ഷികൾക്ക് വംശമുണ്ട്, മനുഷ്യർക്ക് വംശമുണ്ട്. തനിക്ക് മാത്രം വംശമില്ല. തനിക്ക് ഒരേ ഒരു മകനുണ്ട്, ഏകജാതൻ. ആ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിക്കുക.
ഇനി ശ്രദ്ധിക്കുക, ആ ഏകജാതനായ പുത്രനിലൂടെ, ശ്രദ്ധിച്ചോട്ടോ, വളരെ ശ്രദ്ധിച്ചോട്ടോ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോട്ടോ, എല്ലാവരും കണ്ണും മേടിച്ച് സ്ക്രീനിലേക്ക് നോക്കിയോ. ആ അങ്കിളിനെയും, ബാബു അങ്കിൾ അല്ലേ, ബാബു അങ്കിൾ സ്ക്രീനിലേക്ക് നോക്കിക്കോട്ടോ. തൻ്റെ ഒരേ ഒരു മകനേ ഉള്ള ദൈവത്തിന്, ആ മകനിലൂടെ അനേക പുത്രന്മാരെ ദൈവത്തിന് വേണം. ആ മകന്റെ അതേ രൂപത്തിലുള്ള അനേക പുത്രന്മാർ. എല്ലാവരും നോക്കി, എല്ലാവരും ക്രിസ്ത്യാനി രൂപന്മാരല്ലേ, എല്ലാവരും ക്രിസ്തുവിനെ പോലെ ഇരിക്കണ്ട. ഈ ക്രിസ്ത്യാനി രൂപന്മാരെ, അനേക പുത്രന്മാരെ ആർക്ക് വേണം? സ്വർഗസ്ഥ പിതാവിന് വേണം. ഇതാണ് ഹെബ്രായ ലേഖനം 2:10. സകലത്തിനെല്ലാക്കും സകലത്തിനും കാരണഭൂതനായ അത്യുന്നതനായ ദൈവം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ആർക്ക്? ദൈവത്തിന്. അപ്പൊ ദൈവം എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ദൈവം ചെയ്യണത് തന്റെ വംശത്തെ ഒരുക്കുകയാണ്, തന്റെ പുത്രന്മാരെ ഒരുക്കുകയാണ്. വായിക്ക് ഹെബ്രായർ 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ ആരാണ്? സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പൊ ദൈവം എന്ത് ചെയ്യുക? പുത്രന്മാരെ ഒരുക്കുക, തന്റെ വംശത്തെ ഒരുക്കുക. അപ്പനാ വംശത്തേക്കിനെ പോയേക. ഇതാണ് ദൈവ ഇഷ്ടം. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോ അവരുടെ രക്ഷാനായകനെ, ആരാണ് രക്ഷാനായകൻ? യേശു ക്രിസ്തു രക്ഷാനായകൻ. അപ്പൊ അപ്പൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇതല്ലേ യേശയ്യാ 53:10. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന്റെ പ്രാണൻ ഒരകൃത്യകമായി തീർന്നിട്ട് യഹോവയാം ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സന്തതിയെ കാണണം. അപ്പന വംശത്തേക്കിന പായക, ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. മനസ്സിലായോ? ഇതാ ദൈവിഷ്ട. ഇതാ ഇവന്മാരെയൊന്നും അകത്ത് കയറ്റാഞ്ഞേ. അവര് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ, യേശുവിനെ കർത്താവ് സ്വീകരിച്ചു, നിന്നാമത് ശുശ്രൂഷ ചെയ്ത് എത്ര മിനിസ്റ്റർ ചെയ്തെന്നറിയാമോ, രോഗിയൊക്കെ ഭൂതങ്ങളെ പുറത്തേക്ക്. കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ദൈവത്തിന്റെ മക്കളെ കാണുക എന്നുള്ളതാ. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തിരിച്ചറിയ, നിങ്ങളൊരു ചെറിയ സമൂഹമേ ഉള്ളൂ. മതി ഈ വഴി കണ്ടെന്ന ഒരു ചുരുക്കം, കടക്കണമെങ്കിൽ പോരാടണം. ഇതെന്റെ കർത്താവ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നിങ്ങൾ ചിന്തിക്കും, പോയോ അവർ കുറെ പേരുണ്ടല്ലോ. അതെ, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലൂടെ കടന്നു പോകുന്നവർ അനേകരുമാ. ഞങ്ങൾ കുറച്ചു പേരുള്ളല്ലോ. മതി, ജീവങ്കിലേക്ക് പോകുന്ന വാതിലും വഴി ഇടുക്കമുള്ളതാ. അത് കണ്ടെന്നൊരു ചുരുക്കമാ. കടക്കണമെങ്കിൽ പോരാടണം. കാരണം ഇവർ സമ്മതിക്കത്തില്ല കയറാൻ. അവർ പറയുന്നത് ഒരു ഉപദേശമാണ്, ഇത് കയറരുത്, ഞങ്ങളുടെ പുറകെ വാ, ഒരു കുഴപ്പമില്ലല്ലോ. ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ വന്ന് മാത്രം മതിയല്ലോ. 3 പാട്ട്, ആണുങ്ങളുടെ ഭാഗത്തൊരു പ്രാർത്ഥന, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥന. ഇതാ സങ്കീർത്തന വായന, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയ ഒരു കുഴപ്പമില്ല മോനെ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ, ഞങ്ങളുടെ കൂടെ വാ. പക്ഷെ യേശു പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ പിന്നാലെ വന്നാൽ താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, വില കൊടുക്കണം. എന്നെ പ്രതി സകലരെയും, എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഇവർ വേറൊരാളെയും സ്നേഹിച്ചാൽ നീ എനിക്ക് യോഗ്യതയുള്ളവൻ അല്ല. ഡിമാൻഡുകൾ കണ്ടമാനോ. ഡിമാൻഡ് ഒന്നുമില്ലാത്ത ഒരു യേശു ഇതാ സഭകളിൽ ഇഷ്ടംമാര് കിടക്കുന്നു. ഒരു ഡിമാൻഡും ഇല്ല. ഒന്ന് കൈവക്കി, കാർഡ് ഫില്ല് ചെയ്താ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി ആ പരിപാടി തന്നു. ഒരു ഡിമാൻഡും ഇല്ല. ക്രൂശ് കൊടുക്കണ്ട, താൻ ത്യജിക്കുകയും വേണ്ട. ഇതാ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. സുഖം, ഈസി വഴി. എൻ്റെ കുഞ്ഞുങ്ങളെ ചതിക്കപ്പെട്ടത് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം തീരും, ശ്വാസം തീരും. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ ഇല്ലാത്തവർ ബൈബിൾ വാങ്ങണം. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വിശ്വസിക്കുക, അതനുസരിച്ച് ആ വചനത്തിൽ പണിയുക. ഹല്ലേലൂയ. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇവിടുന്ന് കടന്നുപോയി സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ എത്താൻ, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവെ നാൾ തോറും ധരിച്ച്, ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ക്രിസ്ത്യാനിരൂപന്മാരായി തീരണം. ഇതിനു വേണ്ടിയ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. ആ ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ആരെ പോലെ ആയിരിക്കണം നമ്മൾ? ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. ഇതിനു വേണ്ടിയാ മുൻനിയമനം. നമ്മുടെ മുൻനിയമനം ഇതിനു വേണ്ടിയാ. റോമ 8:29 നമ്മൾ മുൻനിയമിച്ചൊക്കെ എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിൻ ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മുൻനിയമിച്ചേക്കണേ. ഇന്ന് ക്രിസ്തു സഹോദരൻ എന്ന് പറയാൻ സഭയിൽ പറ്റുമോ? ബ്രദർ എന്ന് പറയാൻ പറ്റുമോ ക്രിസ്തുവിനെ? പറ്റൂല. കാരണം അത്യുന്നതനായ ദൈവം അങ്ങനെ നിന്റെ ബ്രദറാകുന്നേ.
കാരണം തെറ്റായി പഠിപ്പിച്ചു വെച്ചതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരു ഷാജി ജോസഫ് ദുരുപദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം ഒഴിവായി കിട്ടി. ഇത് നിരന്തര സഭയിലെ വിശ്വാസത്തിൽ ഷാജി ജോസഫ് അങ്ങനെ പറഞ്ഞു, ഷാജി ജോസഫ് ഇങ്ങനെ പറഞ്ഞു, ഭാഷ ഇതൊന്നും ഇതിന്റെ എന്താ അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉത്തരം മുട്ടി പോവാ. ബൈബിളിൽ ഇങ്ങനെയല്ല പറഞ്ഞത്. എന്നാൽ പിന്നെ ഷാജി ജോസഫ് അങ്ങ് ദുരുപദേശം എന്ന് പറഞ്ഞാൽ മതിയല്ല. ഷാജി ജോസഫ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ തയ്യാറായി നിൽക്കുക. വിശുദ്ധ ബൈബിളിലൂടെ മാത്രം നേരെ വരാം സംസാരിക്കാം. ഞാൻ തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. ഞാൻ എപ്പോഴും തയ്യാറാണ്. ഹല്ലേലൂയ. റോമ 8:29 വായിച്ച്. യേശു നമ്മുടെ സഹോദരന് വളരെ വ്യക്തതയോടെ പറയുന്നേ, അവൻ മുന്നറിഞ്ഞവരെ, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ, അതായത് സകലത്തിനും കാരണഭൂതനായ അപ്പൻ മുന്നറിഞ്ഞവരെ, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, ക്രിസ്തു ശ്രദ്ധിക്കുക, ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ, ആദ്യമായി ജനിച്ചവൻ, മൂത്തവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോ അലക്സിനെ എന്തിനാണ് മുൻ നിയമിച്ചേക്കണേ? അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നേക്കുവാന്ന്. അലക്സേ ഇതാ ക്രിസ്തുവിന്റെ ബ്രദറാകട്ടെ. ഹല്ലേലൂയ. മുൻ നിയമനം. കൊച്ചി ഷിപ്പ്യാർഡിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, ഇതാ ഷിപ്പ് ഹോൾഡറായിട്ട്. ഇനി എന്തായാലും ഇവിടുന്ന് വീട് വിട്ട് അവിടെ ചെന്ന് കൊച്ചി ഷിപ്പ്യാർഡിൽ ജോലി ചെയ്ത് അതിൻ്റെ ട്രെയിനിങ്, അവിടുത്തെ ട്രെയിനിങ് സ്കൂളിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഷിപ്പ് ഹോൾഡ് ചെയ്യാൻ കാരണം. ഹല്ലേലൂയ. നമ്മളെ എന്തിനാ വിളിച്ചേക്കണേ? യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാകാൻ. അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നിരിക്കുക, മുൻ നിയമനം കഴിഞ്ഞെടുക്കുക. ഇത് നമ്മളെല്ലാം അറിയുന്നുണ്ടോ? ദൈവവചനം പറയാ ക്രിസ്തുവിന്റെ സഹോദരന്മാരാകാൻ, ക്രിസ്ത്യാനിരൂപന്മാരാകാൻ മുൻ നിയമനം കടഞ്ഞു കഴിഞ്ഞെടുക്കുക. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, പക്ഷെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയവരെ അറിയത്ത പോലുമില്ല. ഇനിയിപ്പോൾ എന്ത് വേണം? ട്രെയിനിങ് കഴിഞ്ഞിട്ട് കയറണം, ജോലിക്ക് കയറണം എന്ന് പറയുന്നത് പോലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനോട് പഠിക്കണം. യേശുവിനോട് പഠിച്ച് നാം എന്ത് ചെയ്യണം? ദൈവപുത്രന്മാരായി ദൈവ കുടുംബത്തിൽ കയറണം. ഇതല്ല യേശു പറയുന്നത്. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കാൻ, അല്ലാതെ എന്നെ സ്തുതിക്കാനാണോ യേശു പറഞ്ഞത്? യേശു പറഞ്ഞ് എൻ്റെ നുകമേറ്റി എന്നോട് പഠിക്കേ. അതും മിണ്ടൂല. യേശു പറയാത്ത പറയും. വീണ്ടും പറയാം, യേശുവിനെ സ്തുതിക്കുന്ന പിതാവിന് കൊടുക്കുന്ന ബഹുമാനം പോലെ തന്നെ പുത്രന് ബഹുമാനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബൈബിൾ അനുശാസിക്കുന്നു. പക്ഷെ യേശു പറഞ്ഞ അതൊന്നുമല്ല നമ്മളോട്. മത്തായി 11:29 വായിച്ചേ. വ്യക്തതയോടെ യേശു പറഞ്ഞത് എന്നോട് പഠിക്കേ. ഇനി ട്രെയിനിങ് കഴിഞ്ഞ് നീ ആ കോഴ്സിലേക്ക് കയറണം. നിന്നെ മുൻ നിയമിച്ച ഭാഗത്ത് നീ എത്തണം. നീ എന്നോട് പഠിക്കണം അതിനു വേണ്ടി. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ സൗമ്യതയോ, യേശു പറയാ, ഞാൻ സൗമ്യതയോ താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിക്കാൻ. യേശുവിനോട് പഠിക്കാൻ. ആരെ യേശുവിനോട് പഠിക്കാൻ പോകണം? യേശുവിനെ സ്തുതിക്കാൻ പോകാനോ പറഞ്ഞത്? യേശുവിനോട് പഠിക്കാൻ പോകുമല്ലോ. യേശു പറഞ്ഞു എന്നോട് പഠിക്കുക. കാരണം നിന്നെ മുൻ നിയമിച്ചേക്കണത് എന്റെ സഹോദരനായി എന്നെ പോലെ ആകാനാ. എന്നോട് പഠിക്കേ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന ആരാന്നറിയാം നിങ്ങൾക്ക്? ഇതിനു മുമ്പ് എഞ്ചിനീയറായിട്ട് പാസ്സായി പോയവരാ. മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന ആരാന്നറിയാമോ? അതിനു മുമ്പ് ഡോക്ടർമാരായിട്ട് പാസ്സായി പോയവരാ. ദൈവപുത്രന്മാരാകാൻ പഠിക്കുന്നവരെ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആരാന്നറിയാമോ? ദൈവപുത്രനായ ക്രിസ്തുവാ. ഹലോ. ഇന്ന് ക്രിസ്തു തന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക. കാരണം ലോർഡ് ഈസ് സ്പിരിറ്റ്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. ക്രിസ്തു ജഡമായിരുന്നു, വചനം ജഡമായി. ഇന്ന് ആ ജഡമല്ല, ഉയർത്തെഴുന്നേറ്റപ്പോൾ ആത്മാവായി. ഇനി തൻ്റെ ആത്മാവിലൂടെ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ക്രിസ്തുവോട് പഠിക്കണം, അനുദിനം പഠിക്കണം. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മളെ മാറ്റുകയാണ്. നിങ്ങളിപ്പോൾ യേശു കർത്താവിനെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ ആ പ്രാർത്ഥനാവാചക ഏറ്റുചൊല്ലിയപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ ആത്മാവിൽ വീണ്ടും ജനിച്ചു. ഇനി നിങ്ങൾ വിടുകയാണ്, ആത്മാവിലേക്ക് യാത്രയാണ്. ക്രിസ്തുവിനോട് പഠിച്ച് ആത്മാവിലേക്ക് യാത്രയാവുകയാണ്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനം പറയും, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറക്കുന്നു. പിൻപിലെന്താ ലോകം, പിൻപിലെന്താ ജഡം, പിൻപിലെന്താ ഇരുള്, പിൻപിലെന്താ പിശാച്. ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞങ്ങൾ ഓടുക. മുൻപിലാരാ? കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവ്. കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതാരാ? ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ ആരെ അനുഗമിക്കുന്നു? ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അനുദിനം ഞാൻ യാത്രയാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, ക്രിസ്തുവിൽ ഞാൻ യാത്രയാണ്. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട്
പിരിയുമ്പോഴും ഇല്ല, ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ. ഞാൻ ഓരോ നിമിഷവും ദൈവത്തോട് യാത്രയാ. ക്രിസ്തു 25 പ്രാവശ്യത്തിലധികം ഈ 4 സുവിശേഷങ്ങളിൽ പറയുക, ഫോളോ മീ, എന്നെ അനുഗമിക്കേ, എന്നെ അനുഗമിക്കേ. പക്ഷെ ഇന്നത്തെ സുവിശേഷ വേദികളിൽ നല്ലൊരു പങ്കിലും ഒരു പ്രാവശ്യം പോലും അത് കേൾക്കുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കേ, ലേണോ മീ, എന്നോട് പഠിക്കേ. കാരണം നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നത് വെൽഡറായിട്ടല്ല വെൽഡിങ് പഠിക്കാൻ. നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരനായ എനിക്ക് അനുരൂപമാകാനാ. അതുകൊണ്ട് നീ എന്നോട് പഠിക്കേ. ദൈവപുത്രനായ എന്നോട് നീ പഠിക്കേ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. ജയിക്കുന്നവന് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ഇന്നും ഇന്നലെയൊക്കെ ആയിരിക്കും ദൈവം ഒരു തീരുമാനിച്ച? അല്ല. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിളിലെ റീക്രിയേഷൻ നടന്നിട്ട് 6000 വർഷമായിട്ടുള്ളൂ. റീക്രിയേഷൻ. പക്ഷെ ബൈബിളിലെ 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പാണ്. എത്രയാണ് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ്. അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ്വ സൃഷ്ടികൾക്കും ആദ്യജാതനായ ക്രിസ്തുവെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ ശ്രദ്ധിച്ചുകൊള്ളുക, നമ്മളെയും അന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ആ ക്രിസ്തുവിൽ അന്ന് നമ്മളെയും ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മുൻ നിയമിച്ചു കഴിഞ്ഞു. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ. ദൈവത്തിന്റെ ഇന്നും ഇന്നലെയുള്ള തീരുമാനം അല്ല ഇത്. 6000 വർഷം മുമ്പ് ആർത്ത് സൃഷ്ടിച്ചപ്പോൾ ഉള്ള തീരുമാനം അല്ല ഇത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതാണ് നമ്മുടെ റൂട്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഡീറ്റെയിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതാണ് നമ്മുടെ റൂട്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. ഓ ഫാദർ, വി താങ്ക് യു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. ലോക സ്ഥാപനത്തിന് മുമ്പ്, ലോകം ഉണ്ടായിട്ടില്ല, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തു ആദത്തിനല്ല തെരഞ്ഞെടുത്തേ, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക്. എത്ര നമുക്കറിയത്തില്ല. ലോകം ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, അതിനെല്ലാം മുമ്പ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മളെ. ഇതാണ് നമ്മുടെ റൂട്ട്. നമ്മുടെ റൂട്ട് മനസ്സിലാക്കണം. എൻ്റെ ജനനത്തിൽ ഞാൻ മനുഷ്യപുത്രനല്ല. എൻ്റെ തെരഞ്ഞെടുപ്പിൽ, എൻ്റെ മുൻ നിയമനത്തിൽ ഞാൻ ദൈവപുത്രനാണ്. ക്രിസ്തുവിലാണ് എൻ്റെ തെരഞ്ഞെടുപ്പും നിയമനവും. ഈ ഒരു തിരിച്ചറിയാദ്യം വേണം. ഇടയ്ക്ക് വെച്ചല്ലേ മനുഷ്യൻ വന്ന് 6000 വർഷം മുമ്പ് മനുഷ്യൻ കയറിയുള്ളൂ. അതൊരു ടെസ്റ്റ് മാത്രമാണ്. ജസ്റ്റ് ഫോർ എ ടെസ്റ്റ്. ദൈവത്തിന്റെ വചനം പറയാണ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു, മുൻ നിയമിച്ചു കഴിഞ്ഞു. അതിന് താഴേക്ക് വായിക്കുമ്പോൾ മുൻ നിയമനവും കഴിഞ്ഞു. താഴേക്ക് വായിച്ചേ. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. അപ്പൊ 2 വാക്കെടുത്താൽ മതി. തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. 2 വാക്ക് മാത്രം എടുക്കുക. ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. ആരായിട്ടാണ് നമ്മൾ നേരത്തെ വായിച്ചു? മുൻ നിയമിച്ചു. അപ്പോയിൻമെന്റ് ഓർഡർ തന്നു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ദൈവത്തിന്റെ പുത്രരായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മുൻ നിയമനവും കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിന് തുടർന്ന് 6000 വർഷം മുമ്പാണ് അതിന്റെ സ്റ്റാർട്ടിങ് വന്നത്. ആദത്തിൽ ഒരു ടെസ്റ്റിലേക്ക് കയറുകയാണ്. ദൈവത്തെക്കാൾ താഴ്ത്തി സൃഷ്ടിച്ച് ഒരു പ്രോസസ്സിലേക്ക് വരിക. ദൈവം അനുവദിക്കുക. അടുത്ത സെക്ഷനിലൊക്കെ നമ്മളത് മനസ്സിലാക്കും. ആ റൂട്ട്. അപ്പോൾ നമ്മുടെ വേര് എന്ന് പറയുന്നത് ഇപ്പോഴും 6000 വർഷം മുമ്പൊന്നുമല്ല, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മുൻ നിയമിക്കുകയും ചെയ്തു എന്ന ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ലക്ഷ്യത്തിലേക്ക്, ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തണം. ദൈവം എന്ത് സംസാരിച്ചോ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇതേപോലെ നമ്മൾ സംസാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ. ഹല്ലേലൂയ. ദൈവം അതിനായി സഹായിക്കണം. നമുക്ക് എല്ലാവർക്കും ദൈവസന്ധ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവദാസന്മാർ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വന്നാട്ടെ. ഓ ഫാദർ, വി താങ്ക് യു. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, സമർപ്പിക്കാം. അതുല്യമായ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏതാണ് ട്രൂ ചർച്ച്?
ഒരു സത്യസഭയെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഞാൻ കേട്ടു, സത്യസഭ ഒരു വ്യക്തിയെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ജഡത്തിൽ കിടക്കുന്ന മനുഷ്യനെ ജഡത്തിൽ നിന്ന് വിടുവിച്ച് അവനെ ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ഭവനത്തിലെത്തിക്കുന്നു. അവൻ തുടക്കത്തിൽ കേൾക്കാൻ തുടങ്ങുന്നത് ജഡരൂപത്തിലുള്ള മനുഷ്യനിൽ നിന്നാണ്. പക്ഷേ ആ യാത്രയിൽ അവൻ ജഡരൂപത്തിലുള്ള മനുഷ്യരെ വിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ, ജഡമില്ലാത്ത ആത്മാവിനെ കേൾക്കാൻ തുടങ്ങുന്നു. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന തലത്തിലേക്ക് അവൻ മാറുന്നു. അവൻ മരണം വിട്ട്, ജഡം വിട്ട് ജീവനിലേക്ക്, ആത്മാവിലേക്ക് കടക്കുന്നു. ജഡം അത് മരണമേ തരുള്ളൂ. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ജഡത്തിൽ ലാഭമില്ല. ബട്ട് സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അവൻ ജീവനുള്ള മണ്ഡലത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ കടക്കാതെ ഇതാ ജഡത്തിൽ മാത്രം ഇട്ട് പോഷിപ്പിക്കുന്ന കള്ള ചർച്ചുകൾ, ആ ചർച്ചുകൾ ജനത്തെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്ന കൂട്ടമാണ് മത്തായി 7, 21, 22, 23 സഭയാണ് നിൽക്കുന്നത്. കർത്താവ് പറയുന്നു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവദാസന്മാരും ജനവുമാണ് നിൽക്കുന്നത്. ഇതിലൊന്നും പോയി ചതിക്കപ്പെടരുതേ. കള്ളപ്രവാചകന്മാരുടെ, പിശാചിൻ്റെ വ്യക്താക്കളുടെ ഇരകളായി നമ്മൾ മാറരുതേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളെ, ഈ ഹോളിലുള്ളവർ മാത്രമല്ല, ശബ്ദ കാഴ്ച പരിധിയിലുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും എല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരോ അങ്ങയുടെ വഴി നടക്കുന്നവരായി തീരുവോ അങ്ങ് സഹായിക്കണം. സത്യമായിട്ട് തിരഞ്ഞെടുപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിച്ചാട്ടെ.